പ്രിയദർശിനി പബ്ലിക്കേഷൻസ് പുറത്തിറക്കുന്ന ഗാങ്സ്റ്റർ സ്റ്റേറ്റ് എന്ന പുസ്തകത്തിന്റെ മലയാള പരിഭാഷ ഇന്ന് പ്രസിദ്ധീകരിക്കുന്ന മുഖ്യാതിഥി ബഹുമാനായ അഖില ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ കെ.സി. വേണുഗോപാൽ എം പി, ഇന്ന് ഈ പുസ്തകം ഏറ്റുവാങ്ങുന്ന പ്രിയപ്പെട്ട കേരളത്തിന്റെ കഥാകാരൻ ശ്രീ ടി പത്മനാഭൻ, ബഹുമാനിയായ അഖില ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീമതി ദീപാദാസ് മുൻഷിജി, ഈ ചടങ്ങിന്റെ പ്രത്യേക ആകർഷണം ഗാങ്സ്റ്റർ സ്റ്റേറ്റിന്റെ രചയിതാവ് ശ്രീ സൗജ്യ ഭൗമിക്, പ്രിയപ്പെട്ട കവി ശ്രീ കെ.സി. ഉമേഷ് ബാബു, പ്രിയപ്പെട്ട എഴുത്തുകാരി കേരളത്തിലെ ഏറ്റവും പ്രിയങ്കരിയായ ശ്രീമതി സുധാ മേനോൻ, ശ്രീമതി രമ്യ ഹരിദാസ് എക്സ്.എം.പി, ശ്രീ വി എ നാരായണൻ, ശ്രീ മാർട്ടിൻ ജോർജ്, സോണി സെബാസ്റ്റ്യൻ, ശ്രീമതി പി ഇന്ദിര, കെ.സി. ഉമേഷ് ബാബു, വിവർത്തകൻ ശ്രീ അജയൻ ബാബു, ഏറ്റവും പ്രിയപ്പെട്ട ക്ഷണിക്കപ്പെട്ട അതിഥികളെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് കേരളത്തിന്റെ ചരിത്രത്തിൽ അവിസ്മരണീയമായ ഒരു ദിവസമായി മാറുകയാണ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിദ്ധീകരണ വിഭാഗമായ പ്രിയദർശിനി പബ്ലിക്കേഷൻസ് 34 വർഷത്തെ ബംഗാളിലെ CPM പാർട്ടിയുടെ ഉയർച്ച താഴ്ചകളെ വിവരിക്കുന്ന ബെസ്റ്റ് സെല്ലർ പട്ടികയിൽപ്പെട്ട ഇംഗ്ലീഷ് പുസ്തകം ഗാങ്സ്റ്റർ സ്റ്റേറ്റിന്റെ മലയാള പുസ്തകം പ്രസിദ്ധീകരിക്കുകയാണ്. 3.5 പതിറ്റാണ്ട് കാലത്തോളം ബംഗാളിനെ അടക്കി ഭരിച്ച ഒരു രാഷ്ട്രീയ ശക്തി, ഇടതുപക്ഷം, എങ്ങനെയെല്ലാം അധികാരത്തിൽ വന്നു, എങ്ങനെ അവർ തഴച്ച് പടർന്ന് പന്തലിച്ചു, എങ്ങനെ പട്ടുപോയി എന്നതിന്റെ ഒരു ഇൻസൈഡർ പെർസ്പെക്റ്റീവാണ് ഈ പുസ്തകം. ഇടതുപക്ഷ രാഷ്ട്രീയം രാജ്യത്ത് ഏറ്റവും പ്രസക്തമായ ഒരു കാലഘട്ടത്തിൽ ആ രാഷ്ട്രീയത്തെ അധികാരത്തിന്റെ ദന്തഗോപുരങ്ങളിൽ ഇരുന്നുകൊണ്ട് നിയന്ത്രിച്ച 3.5 പതിറ്റാണ്ട് കാലം തുടർച്ചയായി അധികാരത്തിലിരിക്കാൻ അവസരം ലഭിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എങ്ങനെയെല്ലാം പ്രത്യയശാസ്ത്രങ്ങളെ വിഴുപ്പ് ഭാണ്ഡങ്ങളാക്കി മാറ്റി എന്നതിന്റെ ദൃക്സാക്ഷി വിവരണമാണ് ഈ പുസ്തകം. കേരളത്തിൽ ഈ പുസ്തകം വായിക്കുന്ന ഏതൊരാൾക്കും നമ്മുടെ കലാലയ ജീവിതത്തെ ഓർമ്മപ്പെടുത്തുന്ന നിരവധി അനുഭവങ്ങൾ വായിച്ചെടുക്കാൻ കഴിയും. പാർട്ടി ഗ്രാമങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ കണ്ണൂർ തെരഞ്ഞെടുത്തത് തന്നെ ബംഗാളിനെ അനുസ്മരിപ്പിക്കുന്ന അക്രമ രാഷ്ട്രീയത്തിന്റെ, കൊലപാതക രാഷ്ട്രീയത്തിന്റെ, അധികാര ദുർവിനിയോഗത്തിന്റെ ഒരു ഭൂമിക ആയതുകൊണ്ട് കൂടിയാണ്. ഇവിടെ നിന്നും വായിച്ചു തുടങ്ങുന്ന ഈ പുസ്തകം കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും വായിക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും കൈകളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് സാധ്യമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ പുസ്തകം വായിക്കുന്ന ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ വികാര തീവ്രതയായി, വിശ്വാസഭ്രാന്താൽ പാർട്ടിയുടെ ശക്തിയായി മാറി പിന്നീട് അതിന്റെ ഉൾക്കാഴ്ചകൾ കാണുമ്പോൾ, അതിന്റെ അന്തഃപുര രഹസ്യങ്ങൾ നേരിട്ട് അറിയുമ്പോൾ അനുഭവിക്കുന്ന ദുരനുഭവങ്ങളുടെ ഒരു നേർചിത്രമായി അവർക്ക് പുസ്തകത്തെ കാണാൻ കഴിയുകയും അവർക്ക് കൂടി മാനസാന്തരം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള നേരനുഭവങ്ങൾ 2004 മുതൽ 2011 വരെ CPM പാർട്ടിയുടെ ഭാഗമായിരുന്ന ആളാണ് ഈ എഴുത്തുകാരൻ. അദ്ദേഹം SFI ആയിരുന്നു. പ്രസിഡൻസി കോളേജിലും യൂണിവേഴ്സിറ്റി ഓഫ് കൽക്കട്ടയിലും SFIയുടെ ഭാഗമായിരുന്ന് ഇൻസൈഡറായി മാറി അവിടെ ഉണ്ടായ അനുഭവങ്ങൾ പിന്നീട് പാർട്ടിയുടെ ഭാഗമായി ഉണ്ടായപ്പോൾ കൽക്കട്ട മുഴുവൻ യാത്ര ചെയ്ത് സമ്പാദിച്ചെടുത്ത അനുഭവക്കുറിപ്പാണ്. നിരവധി പാർട്ടി കേഡറുകളുമായി സംസാരിച്ചും അവരുടെ അനുഭവങ്ങൾ കോർത്തിണക്കിയ ഒരു പുസ്തകമാണ്. ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ. നമ്മളുടെ എല്ലാം കണ്ണൂരിലുള്ള നിങ്ങളോട് ഞാൻ ഇതിനെക്കുറിച്ച് ദീർഘമായി സംസാരിക്കുന്നില്ല. വളരെ അഭിമാനപൂർവ്വമാണ് ഈ പുസ്തകം കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്, ഏറെ വായിക്കാൻ സാധ്യതയുള്ള ഒരു പുസ്തകമാണ് ഗാങ്സ്റ്റർ സ്റ്റേറ്റ്. ഇതിന്റെ ഈ പ്രസിദ്ധീകരണ ചടങ്ങിലേക്ക് വന്നിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്വം. ഞാൻ അതിലേക്ക് കടക്കുന്നു. അധ്യക്ഷൻ
നമ്മുടെ എല്ലാം ഏറ്റവും ബഹുമാന്യനായ മുൻ KPCC പ്രസിഡന്റ് ശ്രീ K. സുധാകരൻ MP. അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് പ്രിയദർശിനി പബ്ലിക്കേഷൻസിന്റെ ചുമതല എന്നെ ഏൽപ്പിക്കുന്നത്. അദ്ദേഹം എന്നെ ഒരു ദിവസം വിളിച്ചു പറഞ്ഞു, നീ ഇത് നോക്കണം, നന്നായി കൊണ്ടു നടക്കണം എന്ന് പറഞ്ഞു. കേരളത്തിലെ മുഖ്യധാരാ പ്രസിദ്ധീകരണ വിഭാഗങ്ങളിൽ അവരോടൊപ്പം മുൻനിരയിലല്ല പ്രിയദർശിനി പബ്ലിക്കേഷൻസ് എങ്കിലും ഇന്ന് കേരളത്തിൽ 500ഓളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച് കേരളത്തിലെ ഏതാണ്ട് ഒട്ടുമിക്ക മുഖ്യധാരാ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞ ഒരു പ്രസിദ്ധീകരണ ശാഖയാണ് പ്രിയദർശിനി പബ്ലിക്കേഷൻസ്. കേരളം വായിക്കാൻ ആഗ്രഹിക്കുന്ന, അവശ്യം വായിച്ചിരിക്കേണ്ട നിരവധി പുസ്തകങ്ങൾ നമ്മൾ ഇതിനകം ഇറങ്ങിയിട്ടുണ്ട്. അതിലേറ്റവും മികച്ചൊരു പുസ്തകമാണ് ബഹുമാന്യ ശ്രീ K. സുധാകരൻ KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ നിർലോഭമായ സഹായമാണ് അദ്ദേഹം എനിക്ക് ഈ പ്രസ്ഥാനത്തിന്റെ ചുമതല ഏറ്റെടുത്ത് മുൻപോട്ട് കൊണ്ടുപോകാൻ നൽകിയിട്ടുള്ളത്. അദ്ദേഹം എല്ലാ കാര്യത്തിലും സ്വാതന്ത്ര്യം തന്നു, മതിയായ സഹായം തന്നു. അങ്ങനെയാണ് പ്രിയദർശിനി പബ്ലിക്കേഷൻസ് ഇന്ന് കാണുന്ന വിധത്തിൽ പടർന്ന് പന്തലിക്കാൻ കാരണമായിട്ടുള്ളത്. ഇന്നത്തെ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന അദ്ദേഹമാണ്. കണ്ണൂരിൽ CPM രാഷ്ട്രീയത്തിന്റെ, അക്രമ രാഷ്ട്രീയത്തിന്റെ നേർസാക്ഷിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ധാരാളം അനുഭവങ്ങളുണ്ട്. അദ്ദേഹം ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് എന്തുകൊണ്ടും ഉചിതമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി അദ്ദേഹത്തെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. ഈ ചടങ്ങിലെ മുഖ്യ അതിഥി, ഈ പുസ്തകം ഇന്ന് പ്രസിദ്ധീകരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ, കേരളത്തിന്റെ അഭിമാനമായ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന, കേൾക്കാൻ ആൾക്കാർ ഏറെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം രാജ്യത്തെമ്പാടും നടക്കുന്ന ഇടതുപക്ഷ നയ വ്യതിയാനങ്ങൾക്കെതിരായി, വർഗീയ ഫാസിസ്റ്റ് നിലപാടുകൾക്കെതിരായി ശക്തമായ നിലപാടെടുക്കുന്ന ഇന്ത്യയിലെ എണ്ണപ്പെട്ട രാഷ്ട്രീയക്കാരിൽ ഏറ്റവും പ്രമുഖനാണ്. ഇന്ത്യൻ പാർലമെന്റിൽ സമ്മേളനം ചേരുമ്പോൾ ഒരു ഫിയറി KC വേണുഗോപാൽ നമുക്ക് കാണാൻ കഴിയും. ഈ രാജ്യം കേൾക്കാൻ ആഗ്രഹിക്കുന്ന, ഏറ്റെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളെ, അത് ജനാധിപത്യത്തിനെതിരായിട്ടുള്ള ധ്വംസനമാണെങ്കിൽ, വർഗീയ പ്രീണനമാണെങ്കിൽ, സൈഡ് ലൈൻ ചെയ്ത് നമ്മുടെ മാർജിനലൈസ് ചെയ്യപ്പെട്ട വിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള ഭരണഘടനാപരമായ അനീതി നിറഞ്ഞ തീരുമാനങ്ങളാണെങ്കിൽ, അതിനെല്ലാം എതിരായി ഒരു കൊടുങ്കാറ്റിന്റെ വേഗത്തിൽ ആഞ്ഞടിക്കുന്ന, കേരളം കണ്ട ദേശീയ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച നിരവധി നേതാക്കന്മാരുടെ പൈതൃകത്തെ ഒരു ഇഞ്ചു പോലും കളങ്കപ്പെടുത്താത്ത അതിശക്തമായ കോൺഗ്രസ് പോരാട്ടത്തിന്റെ കുന്തമുനയായി, ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ശക്തനായ വക്താവായി, എല്ലാത്തരം തിന്മകളെയും സ്വന്തം ജീവിതത്തിന്റെ ധീരമായ സമരമുറകൾ കൊണ്ട് നേരിടുകയും അതിജീവിക്കുകയും ചെയ്യുന്ന ശ്രീ രാഹുൽ ഗാന്ധിക്കൊപ്പം 24 മണിക്കൂറും എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശക്തിയുടെ പ്രേരണയായി, ഉത്പ്രേരണയായി അദ്ദേഹത്തോടൊപ്പം നിഴൽ പോലെ ഇന്ത്യയിലെമ്പാടും ഓടി നടന്ന് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുത്ത് ഇന്ത്യയിലെ ജനാധിപത്യ മതേതര ശക്തികളെ ശക്തിപ്പെടുത്തുന്ന ഒരു നേതാവാണ് ശ്രീ KC വേണുഗോപാൽ MP. കണ്ണൂരിന്റെ അഭിമാനമാണ് അദ്ദേഹം, കേരളത്തിന്റെ അഭിമാനമാണ് അദ്ദേഹം. നിരവധി മഹാരഥന്മാരായ നേതാക്കന്മാർ ഡൽഹി രാഷ്ട്രീയത്തിൽ ഒട്ടേറെ കാലം ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷെ ആ നേതാക്കന്മാരുടെ ശ്രേണിയിൽ ഇന്ന് ശ്രീ KC വേണുഗോപാലിന്റെ സ്ഥാനം അദ്വിതീയമാണ്. ഇന്ന് അധികാരമില്ലാത്ത കോൺഗ്രസിനെയും അധികാരമില്ലാത്ത ഇന്ത്യൻ പ്രതിപക്ഷത്തെയും എല്ലാവരെയും കൂട്ടിച്ചേർത്ത് മുൻപോട്ട് നയിക്കാനുള്ള ധീരമായ നിലപാടുകൾ ഏതൊരു മലയാളിക്കും എക്കാലത്തെയും ചരിത്രം പരിശോധിച്ചാൽ അഭിമാനം തരുന്ന ഒരു വസ്തുതയാണ്. അദ്ദേഹം ഇത്തരം കാര്യങ്ങളിലെല്ലാം ഏറ്റവും പ്രോത്സാഹനം നൽകുന്ന ഒരു വ്യക്തിയാണ്. പ്രിയദർശിനി പബ്ലിക്കേഷൻസിന്റെ എല്ലാവിധമായ പ്രവർത്തനങ്ങളിലും എല്ലാവിധമായ സഹായ സഹകരണങ്ങളും അദ്ദേഹം ചെയ്യുന്നു. ഈ പുസ്തക പ്രസിദ്ധീകരണത്തിന്റെ ഘട്ടത്തിൽ വിവിധ സമയത്ത് ഉണ്ടായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറ്റാൻ അദ്ദേഹം പരമാവധി ആത്മാർത്ഥമായി ശ്രമിച്ചു. ഇന്നലെ അദ്ദേഹം കടത്തനാട് ഫെസ്റ്റിവൽ, ഒരു സാഹിത്യ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു നടത്തിയ പ്രസംഗം ചിന്തോദ്ദീപകമായ, പ്രൗഢമായ ഒരു പ്രസംഗമായിരുന്നു. കേരളത്തിലെ എഴുത്തുകാരോട്, ഇന്ന് ജീവിക്കുന്ന എഴുത്തുകാരോട്, അവർ ജീവിക്കുന്ന കാലത്തോട് നീതി പുലർത്തണമെന്ന് അദ്ദേഹം സൗമ്യമായ വാക്കുകളിൽ ആവശ്യപ്പെടുകയുണ്ടായി. അധികാരത്തിലിരിക്കുന്നവർ കലാകാരന്മാർക്കും എഴുത്തുകാരന്മാർക്കും എന്തു തന്നു തന്നില്ല എന്ന് നോക്കാതെ നിങ്ങൾ സർക്കാരിനൊപ്പം നിൽക്കണമെന്ന കേരളത്തിലെ പ്രമുഖനായ ഒരു എഴുത്തുകാരന്റെ വാക്കുകളെ അതികണിഷ്ഠമായ വാക്കുകളാൽ അദ്ദേഹം ഖണ്ഡിക്കുന്നത് ഇന്നലെ വടകര കാണുകയുണ്ടായി. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ ചടങ്ങിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യും. Honorable
All India Congress Committee General Secretary Srimati Deebadas Munshi is with us today. Actually, Deebadas has given tremendous support for publishing this work in Malayalam language. When I talked to her, I called her, Madam, I request you to contact Mr. Saurya Bhaumik and get his permission for publishing this book. She at once in front of me called Saurya Bhaumik and requested him to give permission for publishing this work into Malayalam language. She gave immense support for publishing this special work. I extend my sincere gratitude and thanks to Deebadas Munshi. She is a fighter in Bengal politics. She is an uncompromised political leader in Bengal. She or her husband never compromised with the CPM. She is not at all compromising with the Trinamool Congress. She is a fighter unto the last. I wholeheartedly welcome Deebadas Munshi to this function. Our guest, Sri Saurya Bhaumik, is here. He is the author of the book. With one single book, he gained immense support from readers across the nation. His book, Gangster State, is an insider story. I already said that he was an SFI activist. He was a party cadre. He knows what is happening within the CPM party. As the author, he brings to the pages a sharp, investigative eye and a narrative style that combines factual rigor with the storytelling. This book reflects a commitment to uncovering the uncomfortable truth, examining the deep intersection of power, crime, and governance. I extend a warm welcome to Saurya Bhaumik to this August function. ശ്രീ കെ സി ഉമേഷ് ബാബു കേരളത്തിന്റെ പ്രിയപ്പെട്ട കവിയാണ്, സാമൂഹ്യ പ്രവർത്തകനാണ്. എനിക്ക് മറന്നുപോയൊരു പേരുണ്ട്, ക്ഷമിക്കണം. പപ്പേട്ടനോടും നിങ്ങൾ എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ പപ്പേട്ടന്റെ പേര് മറന്നുപോയത് അക്ഷന്തീയമായ തെറ്റാണ്. കേരളത്തിന് ഇത്രയും പ്രിയപ്പെട്ട സ്നേഹപൂർണമായ ചിന്തോദ്ദീപകമായ ഒട്ടേറെ ചാലുകൾ അവരുടെ മനസ്സിലേക്ക് വെട്ടിത്തുറക്കുന്ന നിരവധി കഥകൾ എഴുതി മലയാളത്തിനും ഇന്ത്യൻ കഥാസാഹിത്യത്തിനും ഈടുറ്റ സംഭാവനകൾ ചെയ്ത മഹാനായ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഇന്ത്യൻ സാഹിത്യകാരന്മാരിൽ ഏറ്റവും പ്രമുഖനായ ശ്രീ ടി പത്മനാഭൻ അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഈ ചടങ്ങിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം തിരുവനന്തപുരത്ത് കേരള നിയമസഭാ സാഹിത്യോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ട് നടത്തിയ ഒരു പ്രസംഗത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചു, ഭാവനയുടെ ചെമ്പ് അങ്ങയുടെ എഴുത്തിൽ ചേർക്കാറുണ്ടോ എന്ന്. അദ്ദേഹം പറഞ്ഞു, ശുദ്ധമായ സ്വർണം കൊണ്ട് ആഭരണം നടക്കില്ല. അപ്പൊ ഒരു ആഭരണം ഉണ്ടാക്കണമെങ്കിൽ അതിന് ലേശം ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് എന്ന് അദ്ദേഹം എപ്പോഴും പറയും. എന്നാൽ കോൺഗ്രസ്സുകാരോട് സത്യം തുറന്നു പറയണമെങ്കിൽ അതിന് ഒട്ടും മടിയും അദ്ദേഹം കാണിക്കാറില്ല. അദ്ദേഹം ഇന്നത്തെ കാലത്തെ ഒരു കോൺഗ്രസ് പ്രവർത്തകനല്ല. സ്വാതന്ത്ര്യ കാലത്തിന് മുമ്പ് കേരളത്തിൽ നടന്ന നിരവധി പോരാട്ടങ്ങളുടെ മുൻനിരയിൽ മഹാന്മാരായ നമ്മുടെ ദേശീയ നേതാക്കന്മാരുടെ പാദങ്ങൾ പിന്തുടർന്ന് സ്വാതന്ത്ര്യ സമരത്തിലും പിന്നീടുണ്ടായ നിരവധി പോരാട്ടങ്ങളിലും പങ്കാളിത്തം വഹിച്ച കേരളത്തിലെ കോൺഗ്രസുകാർക്ക് എന്നും ആത്മാഭിമാനത്തോടെ സ്മരിക്കാൻ കഴിയുന്ന ഒരു പേരാണ്, ഒരു മുഖമാണ് ശ്രീ ടി പത്മനാഭൻ അവരുടെ. സത്യമാർക്കറിയാം എന്ന അദ്ദേഹത്തിന്റെ ഒരു പുതിയ പുസ്തകം വരാനിരിക്കുകയാണ്. ആ പുസ്തകം വായിക്കാൻ ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിച്ചുള്ളതെല്ലാം അറിയാം. അദ്ദേഹം കേരളത്തിൽ അദ്ദേഹത്തിന്റെ ചെറുമക്കളുടെ പ്രായമുള്ളവർ 700,000 പുസ്തകങ്ങൾ എഴുതുമ്പോൾ ഇതുവരെ ആകെ 200 പുസ്തകങ്ങൾ മാത്രമേ അദ്ദേഹം എഴുതിയിട്ടുള്ളൂ. പക്ഷെ അതെല്ലാം കേരളത്തിൽ നന്നായി വായിക്കുന്ന എല്ലാവരുടെയും വീടുകളിലെ ലൈബ്രറികളിൽ അവർ വളരെ നിധി പോലെ സൂക്ഷിക്കുന്ന പുസ്തകങ്ങളാണെന്ന് പറയുന്നത് എനിക്ക് യാതൊരു മടിയുമില്ല. അങ്ങനെയുള്ള എഴുത്തുകാരാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സത്യം ആർക്കറിയാം എന്ന പുസ്തകം നമ്മൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തെ എല്ലാവിധ ആദരവുകളോടും കൂടി സ്നേഹത്തോടുകൂടി പ്രിയദർശിനി പബ്ലിക്കേഷൻസിന്റെ എല്ലാ ഉദ്യമങ്ങൾക്കും എല്ലാ പിന്തുണയും തരുന്ന അദ്ദേഹം ഗുരുതുല്യനായ ശ്രീ ടി പത്മനാഭൻ അവരെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ശ്രീ KC ഉമേഷ് ബാബുവിനെ, എഴുത്തുകാരൻ, കവി, അദ്ദേഹത്തെ ഞാൻ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി സുധാ മേനോൻ, കേരളം ഏറെ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന കോളമിസ്റ്റാണ്, എഴുത്തുകാരിയാണ്. നിരവധി വിഷയങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ഒരു നെഹ്റുവിയൻ കാഴ്ചപ്പാടുള്ള വ്യക്തിത്വമാണ്. നെഹ്റുവിനെ, ഗാന്ധിയെ ആരുടെ കല്ലെടുത്തെറിയാൻ ശ്രമിച്ചാലും അവിടെ ആദ്യം ഓടിയെത്തുന്നത് ഇന്ത്യയിൽ ശ്രീമതി സുധാ മേനോനാണെന്ന് വളരെ സന്തോഷത്തോടുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ സുധാ മേനോൻ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. KPCCയുടെ വൈസ് പ്രസിഡന്റ്, കണ്ണൂർ ജില്ലയുടെ ചുമതലയുള്ള കുമാരി രമ്യ ഹരിദാസ് XMB ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീ VA നാരായൺ, KPCC ട്രഷറർ, അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ, ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കാൻ പ്രിയദർശിനി പബ്ലിക്കേഷൻസിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും എല്ലാ സഹായവും ചെയ്ത് ഈ ചടങ്ങ് ഇവിടെ നടക്കാനുള്ള എല്ലാ പിന്തുണയും നൽകിയത് കണ്ണൂർ DCC ആണ്. പ്രിയങ്കരായ DCC പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ ജോർജിനെ ഞാൻ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. KPCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ സോണി സെബാസ്റ്റ്യനെ ഞാൻ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ ചന്ദ്രൻ തില്ലങ്കേരി, KPCC ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി P ഇന്ദിര, മേയർ കണ്ണൂർ, ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഈ സ്റ്റേജിലുണ്ട്. ഈ പുസ്തകം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത പ്രിയങ്കരനായ ശ്രീ അജീർ കുട്ടി, അദ്ദേഹത്തെ ഞാൻ ഈ പുസ്തകത്തിന്റെ മലയാള പരിഭാഷയുടെ ആ നീണ്ട കാലയളവിൽ അദ്ദേഹത്തോട് നിരവധി തവണ സംവദിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം വളരെ ആത്മാർത്ഥമായി, സത്യസന്ധമായി, ഒരു വാക്കുപോലും അടർന്നു പോകാതെ സത്യസന്ധമായി ഈ പരിഭാഷ നിർവഹിച്ച ശ്രീ അജീർ കുട്ടിയെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയദർശിനി പബ്ലിക്കേഷൻ സെക്രട്ടറി ശ്രീ ബിന്നി സാഹരി അടക്കം ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രമുഖ വ്യക്തിത്വങ്ങളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനായ AIC സെക്രട്ടറി ശ്രീ മൻസൂർ അലി ഖാൻ, അദ്ദേഹം തന്നെ നമ്മുടെ രാജ്യത്തെ ഒരു ഫാസിസ്റ്റ് ഭരണത്തിന്റെ ഇരയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിൽ വോട്ട് ചോർച്ചയുടെ, വോട്ട് കൊള്ളയുടെ ഇരയായി സ്വന്തം ലോക്സഭാ മണ്ഡലം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന പ്രിയങ്കരനായ ശ്രീ മൻസൂർ അലി ഖാനെ ഞാൻ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുന്നു. നമസ്കാരം. അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി ഏറ്റവും ബഹുമാനായ മുൻ KPCC പ്രസിഡന്റ് ശ്രീ K സുധാകരൻ MPയെ ക്ഷണിച്ചു. വേദിയിലെ സമാരാധ്യരായ നേതാക്കൾ KC വേണുഗോപാൽ, പ്രിയപ്പെട്ട പട്ടൻ, ശ്രീമതി ദീപാദാസ് മുൻഷി, സർജ ഭൗമിക്, സജീവ് ജോസഫ്, KC ഉമേഷ്, ബിനോയ് തോമസ്, സുധാ മേനോൻ, രമ്യ ഹരിദാസ്, VA നാരായണൻ, മാർട്ടിൻ ജോർജ്, സോണി സെബാസ്റ്റ്യൻ, ചന്ദ്രൻ തില്ലങ്കേരി, ഇന്ദിര, അജീർ കുട്ടി, എന്റെ നേതാക്കന്മാരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരു നല്ല ഒരു ചടങ്ങിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ഏറെ ദിവസങ്ങളായി പ്രതീക്ഷിക്കുന്ന ഒരു പുസ്തകമാണ് ഈ പുസ്തകം, യങ്സ്റ്റർ സ്റ്റേറ്റ്സ്. ഈ പുസ്തകം എഴുതിയത് സൗർജ ഭൗമിക് എന്ന് പറയുന്ന ബംഗാളുകാരനാണ്. ബംഗാളിലെ രാഷ്ട്രീയവും കേരളത്തിലെ രാഷ്ട്രീയവും തമ്മിൽ വളരെയേറെ സൗമ്യമുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. CPMന്റെ വലിയ കെട്ടുപാടിൽ മുഴുകിക്കിടക്കുന്ന രണ്ട് സംസ്ഥാനമാണ് ഈ രണ്ട് സംസ്ഥാനം. ജനാധിപത്യ വിശ്വാസികൾ അനുഭവിക്കുന്ന സംഘടനകൾ, ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ, ഭീഷണികൾ ഈ രണ്ട് സംഭവങ്ങൾ കണ്ണൂർ ഓർമ്മ വരും. കേരളത്തിലെ CPMന്റെ ഗുണ്ടായിസവും അക്രമവും കൊലപാതകവും ഞാനും നിങ്ങളും കണ്ടുമെടുത്തവരാണ്. ഇതുതന്നെയാണ് ബംഗാളിലും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയും CPMന്റെ അക്രമത്തിന്റെ മുമ്പിൽ നിരാലംബരായ ഒരുപാട് ആളുകളുണ്ട്. വെട്ടിക്കൊന്ന കുടുംബത്തിലെ കൊച്ചുമക്കൾ, ആരോരുമില്ലാതെ അനാഥ മന്ദിരത്തിൽ ജീവിക്കുന്ന കുട്ടികളുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പുസ്തകത്തെ നമ്മൾ വിലയിരുത്തുന്നത്. യാങ്സ്റ്റർ സ്റ്റേറ്റ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് നമ്മുടെ ഭൗമിക്, സൗർജ ഭൗമിക്കാണ്. അനുഭവത്തിന്റെ തീഷ്ണമായ തീച്ചൂടയിൽ നിന്ന് വളർന്നു വന്ന ആളാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ അനുഭവകഥ വായിക്കുമ്പോൾ നമുക്ക് കണ്ടറിയും, ഉള്ളെന്നറിയും. അത്ര ദുരന്തമാണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ. ആ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉള്ളു തുറന്ന്
ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് കാണാനും വായിക്കാനും സാധിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഇവിടെ സൃഷ്ടിക്കുന്നത്. വരാൻ പോകുന്ന ഈ പുസ്തകത്തിന്റെ ആകെ തുക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട് എന്ത് എന്നതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവായി മാറിക്കൊണ്ട് നമ്മുടെ മുൻപിൽ ജീവിക്കും നാളെ പുതിയ തലമുറക്ക് വായിക്കാൻ. അത്തരത്തിലൊരു പുസ്തകത്തിന്റെ ചടങ്ങാണ് നമ്മളിവിടെ നിർവഹിക്കുന്നത്. മലയാള പതിപ്പാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഈ സംഭവങ്ങളെല്ലാം ഇന്ത്യ രാജ്യത്ത് കമ്മ്യൂണിസം എവിടെയുണ്ടോ അവിടെ കേരളം ആവർത്തിക്കുന്നു എന്ന യാഥാർത്ഥ്യ ബോധത്തിന്റെ മുൻപിൽ നമുക്ക് ഈ പുസ്തകം വായിച്ചു തീർക്കാം. ആ പുസ്തകത്തിന്റെ മലയാളം പതിപ്പ് പ്രിയപ്പെട്ട ദീപാദാസ് മുൻഷി അദ്ദേഹം ഇവിടെയുണ്ട്. പുസ്തക പ്രകാശനം സ്വീകരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട പത്മാട്ടനാണ്. അത് കൊടുക്കുന്നത് ശ്രീ അഡ്വക്കാരാണ് KC വേണുഗോപാലാണ്. എല്ലാ നേതാക്കന്മാരും ഇവിടെയുണ്ട്. അദ്ദേഹത്തെ ഞാൻ അതിലേക്ക് സ്വാഗതം ക്ഷണിക്കുകയാണ്. ആദ്യമായി ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ പ്രകാശനം നിർവഹിക്കാൻ KC വേണുഗോപാലിനെ ഞാൻ സാദരം ക്ഷണിക്കുന്നു. അദ്ദേഹത്തെ ആദരപൂർവ്വം ഞാൻ നിങ്ങളെ മുൻപിലേക്ക് ഇരിക്കുകയാണ്. പ്രസംഗത്തിനായി ശ്രീ KC വേണുഗോപാൽ എം പിയെ ക്ഷണിച്ചു. സമ്മേളനത്തിന്റെ അധ്യക്ഷൻ നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള കണ്ണൂരിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായിട്ടുള്ള മുൻ പ്രസിഡന്റ് ശ്രീ K. സുധാകരൻ അവർ ഈ പുസ്തക പ്രകാശന ചടങ്ങിനെ അത്യന്തം ശ്രദ്ധേയമാക്കാൻ സാന്നിധ്യം കൊണ്ട് നമ്മളെ അനുഗ്രഹിച്ച മലയാളത്തിൻ്റെ എക്കാലത്തെയും മഹാനായ കഥാകാരൻ, നമ്മുടെയൊക്കെ പ്രത്യേകിച്ച് കണ്ണൂരിൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയായിട്ടുള്ള T. പത്മനാഭൻ അവർ, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, ഈ പുസ്തക പ്രകാശന ചടങ്ങിലെ ഒരു അനിവാര്യ സാന്നിധ്യമായിട്ട് ഇവിടെ നിൽക്കുന്ന പ്രിയപ്പെട്ട ദീപാദാസ് മുൻഷിജി, ഈ പുസ്തകം നമ്മുടെ നാടിന് സമർപ്പിച്ച പ്രിയപ്പെട്ട സൗർജോ ഭൗമിക്, ഈ പുസ്തകത്തിൻ്റെ പ്രിയപ്പെട്ട വിവർത്തകൻ ശ്രീ അജീർ കുട്ടി, നമ്മുടെ എല്ലാം നാട്ടിൽ നിന്നും ഗുജറാത്തിലെത്തിയെങ്കിലും ഇപ്പോഴും മലയാളത്തിൽ ഏറ്റവും ധീരമായി എഴുതാനും പറയാനും തയ്യാറാകുന്ന നമ്മുടെ സഹോദരി സുധാമേനോൻ, പ്രിയപ്പെട്ട ഉമേഷ് ബാബു, പ്രിയപ്പെട്ട അൻസൂർ, മറ്റു ബഹുമാന്യരായിട്ടുള്ള നേതാക്കളെ, വിശിഷ്ട വ്യക്തികളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, കണ്ണൂർ സത്യത്തിന് ആഗ്രഹിക്കുകയും അർഹിക്കുകയും ചെയ്യുന്ന ഒരു പുസ്തക പ്രകാശന ചടങ്ങാണ്.
ഗ്യാങ്സ്റ്റർ സ്റ്റേറ്റ് എന്ന ഈ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങ്. ഏതൊരു പുസ്തകവും ഗ്രന്ഥകാരനെ സംബന്ധിച്ചിടത്തോളം തന്റെ മനസ്സിനകത്ത് ഉരുണ്ടുകൂടുന്ന അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഉരുത്തിരിയുന്ന അനുഭവങ്ങളെയും ഓർമ്മകളെയും സ്വപ്നങ്ങളെയും ഒക്കെ അവലംബിച്ചുകൊണ്ടുണ്ടാക്കുന്നതായി ഒട്ടേറെ പുസ്തകങ്ങൾ നമ്മൾ വായിക്കാറുണ്ട്. പക്ഷേ ഈ പുസ്തകം ഞാൻ സത്യസന്ധമായി തുറന്നു പറയട്ടെ, 450ഓളം പേജുള്ള ഈ പുസ്തകത്തിൽ. അതുകൊണ്ട് മുഴുവൻ വായിച്ചു തീർക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ ഇതിന്റെ പകുതിയോളം വായിച്ച് അവസാന ഘട്ടങ്ങളിലൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ പയ്യന്നൂർ കോളേജിലെ കാലഘട്ടം എൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ കടന്നു വരിക, പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം. പ്രസിഡൻസി കോളേജിലും കൽക്കത്ത യൂണിവേഴ്സിറ്റിയിലും സർജു ഭൗമികിന്റെ വിദ്യാർത്ഥി ജീവിത കാലഘട്ടത്തിലെ യാത്രകൾ അദ്ദേഹം ഒരു ചിത്രം വരച്ചതുപോലെ നമ്മുടെ മുന്നിലേക്ക് പ്രദർശിപ്പിച്ചു. സത്യത്തിൽ ഈ പുസ്തകം കണ്ണൂരുകാർക്ക് ഒരു പുതുമയുള്ള കാര്യമായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ പുസ്തകത്തിൽ തന്നെ അവസാനം ഗ്രന്ഥകാരന്റെ ഒരു കുറിപ്പുണ്ട്. ചാൾസ് ഡിക്കൻസിന്റെ ടെയിൽ ഓഫ് ടു സിറ്റീസിൽ ഒരു വാചകമുണ്ട്. ഈ കാലഘട്ടത്തിലെ നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള, ഏറ്റവും സന്തോഷകരമായിട്ടുള്ള സമയവും ഇതാണ്. എന്നാൽ ഏറ്റവും മോശപ്പെട്ട സമയവും ഇതാണ്. ഇത് ടെയിൽ ഓഫ് ടു സിറ്റീസിലെ വാചകമാണ്. ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അവസാനത്തെ ഗവൺമെന്റിനെ കുറിച്ചാണ്, ലാസ്റ്റ് CPM ഗവൺമെന്റിനെ കുറിച്ചാണ് സർജു ഭൗമിക് ചാൾസ് ഡിക്കൻസിനെ കോട്ട് ചെയ്തുകൊണ്ട് ഈ വാചകം പറയുന്നത്. കാരണം 200 നന്ദിഗ്രാമും സംഗ്രൂരും കത്തിയെരിയുമ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കണക്കിന്റെ ഭാഷയാണ്, ഞങ്ങൾക്ക് 230 മാർക്കും 35 അല്ലേ. ഞങ്ങൾക്ക് 230 അവർക്ക് 35 അല്ലേ എന്നുള്ള ആ കണക്കിന്റെ ഭാഷയാണ് ഏറ്റവും വലിയ വിജയം നേടിയ ഒരു കാലം. ആ കാലം തന്നെയാണ് അവരേറ്റവും മോശപ്പെട്ട കാലത്തിലേക്കും നയിച്ചത് എന്നുള്ളതാണ് ആ പറഞ്ഞതിനർത്ഥമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത്, അവരുടെ ആശയഗതികൾ എന്ന് പറയുന്നത് വഴികളിൽ വ്യത്യാസമുണ്ട്, മാർഗത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും ആശയത്തെ കേരളവും ബംഗാളും പോലെയുള്ള സംസ്ഥാനങ്ങൾ സ്വീകരിച്ചത് അതിലുള്ള മാനവികതയുടെ അംശത്തെ കണ്ടുകൊണ്ടായിരുന്നു. സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള തൊഴിലാളി വർഗം അവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും വേദനകളും ഒക്കെ തന്നെ മാറ്റിയെടുക്കാൻ ഞങ്ങൾക്കൊരു പ്രസ്ഥാനമുണ്ടെന്നുള്ളൊരു പ്രതീതി ആദ്യകാലങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞതാണ്. ആ പാർട്ടിക്ക് താഴെത്തട്ടിലുള്ള തൊഴിലാളി പ്രവർത്തകരുടെ ഇടയിൽ, പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഇടയിൽ തന്നെ നല്ല സ്ഥാനമുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ആശയങ്ങളൊന്നും ശരിയായ ആശയങ്ങളല്ല. മാർഗത്തിലേക്കുള്ള വ്യത്യാസത്തിൽ നമ്മളെല്ലാം തർക്കിച്ചിരുന്നു. ആശയപരമായി നമുക്ക് വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പക്ഷേ നെഹ്റുവിയൻ സിദ്ധാന്തങ്ങളെ അംഗീകരിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് പലപ്പോഴും പറയാറുണ്ട്, നെഹ്റു പ്രതിനിധീകരിക്കുന്ന ഒരു ഇടതുപക്ഷ മുഖമാണ്. അതുകൊണ്ട് ലെഫ്റ്റ് എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ തെറ്റാണെന്ന്, അതല്ലെങ്കിൽ തെറ്റായ ഒരു വഴിയാണെന്ന് നമ്മളാരും പറയാറില്ല. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതിനിധാനം ചെയ്യുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന യഥാർത്ഥ ശരിയായി മാറുമ്പോൾ ആ ലെഫ്റ്റിനെ പലപ്പോഴും നാട് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ബംഗാളിൽ SFIയുടെ പ്രവർത്തകനായിരുന്ന, അതിനുവേണ്ടി കലാലയ ജീവിതത്തിന്റെ മുഴുവൻ സമയവും പരമാവധി വിനിയോഗിക്കാൻ തയ്യാറായിട്ടുള്ള സർജു ഭൗമിക് ഈ കഥയിലൂടെ രജത് എന്ന് പറയുന്ന ഒരു കഥാപാത്രവുമായി ഈ നോവലിലൂടെ
നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ആ രജതിന്റെ ക്യാമ്പസിലേക്കുള്ള കാലത്തും ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന് ഒരു രാഷ്ട്രീയ പശ്ചാത്തലവുമില്ലാതെ, എന്നാൽ അച്ഛന്റെ രാഷ്ട്രീയം വ്യത്യസ്തമായിട്ട് അച്ഛന്റെ രാഷ്ട്രീയം പലപ്പോഴും ഇതിനെ എതിർക്കുമ്പോഴും അച്ഛൻ ചിലപ്പോൾ തീവ്ര കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിന്നപ്പോഴും ഇത് നിന്റെ ശരിയായ വഴിയല്ല എന്ന് അച്ഛൻ സ്നേഹബുദ്ധിയെ ഉപദേശിച്ചപ്പോഴും തന്റെ സൗഹൃദത്തിന്റെ വലയത്തിൽപ്പെട്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആശയങ്ങളുള്ള താല്പര്യം കൊണ്ടായിരിക്കാം SFI തെരഞ്ഞെടുത്ത് അതിലേക്ക് വന്ന ഒരു എഴുത്തുകാരൻ, രജത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അങ്ങനെ വിദ്യാർത്ഥി നടന്നുപോയ വഴികളിൽ ആ പാർട്ടിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ചെയ്ത കാര്യങ്ങളാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞ ഒരു ഡീവിയേഷൻ. യഥാർത്ഥ ആശയങ്ങൾ ആർക്ക് വേണ്ടി പ്രതിനിധീകരിക്കുന്നുവോ ആ ആശയങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഡീവിയേഷൻ പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. മരിച്ചവരെല്ലാം വോട്ട് ചെയ്യുന്നത് കണ്ണൂരിൽ പുതിയുള്ള കാര്യമൊന്നുമല്ലല്ലോ. പ്രസിഡൻസി കോളേജ് ഇലക്ഷനും കൽക്കത്ത യൂണിവേഴ്സിറ്റി ഇലക്ഷനും അതേക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ആ കോളേജിലെ വോട്ടർമാരെ അല്ലാത്ത ആളുകളെ ക്യൂവിൽ നിർത്തി മറ്റൊരു കോളേജിൽ നിന്നും വോട്ട് കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിക്കുന്ന രീതി, അതിന്റെ ഭാഗമായി നിൽക്കേണ്ട അവസ്ഥ അദ്ദേഹം തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിൽ പുതുമയുള്ള കാര്യമൊന്നുമല്ല. മരിച്ചവരെത്രയോ ഒന്ന് അവർക്ക് പുനർജന്മം കിട്ടുന്ന തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ അക്രമാസക്തമായ നാളുകൾ, ടാർഗറ്റഡായി ആളുകളെ കൊല്ലുന്ന രീതി, എത്ര തീക്ഷ്ണമായിട്ടുള്ള ഭീകരമുഖമായിരുന്നു. രണ്ടു മക്കളെയും കൊന്നിട്ട് ധീരം നിർത്തിയിരിക്കുക. ഏറ്റവും ക്രൂരമായ കൊലപാതകം നടത്തിയിട്ട് ഒന്ന് മക്കളുടെ ചോര ചോറിൽ പുരട്ടി അമ്മയെ കൊണ്ട് കഴിപ്പിക്കുന്ന ചിത്രം ബംഗാളികൾ അക്രമരാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ട ചിത്രമാണ്. ഒരിക്കലും മറക്കാൻ കഴിയാത്ത, ലോകം മറക്കാത്ത ഒരു ബീഭത്സമായ ചിത്രം. ഈ ചിത്രം പറഞ്ഞു കൊടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പകർന്നു വന്ന വഴികളിൽ ഞങ്ങളുടെ യഥാർത്ഥ ആശയങ്ങൾ എന്താണോ എന്നുള്ളത് തീർത്തും മറന്നുകൊണ്ട് അതിൽ നിന്നും പോയൊരു പാർട്ടിയുടെ യാത്രയാണ് സാർവജൗമഭൂമിക്ക് സൂചിപ്പിക്കുന്നത്. അത് ആശയങ്ങളും ആദർശങ്ങളുമെല്ലാം മാറി സംഗ്രൂരും നന്ദിഗ്രാമും ടാറ്റയ്ക്കും അതുപോലെ കുത്തക മുതലാളിമാർക്കും വേണ്ടി പാവപ്പെട്ട കൃഷിക്കാരന്റെ ഭൂമി മുഴുവൻ എഴുതി കൊടുത്തിട്ട് അതിനെതിരെ പ്രതിഷേധിക്കാൻ വരുന്നവനെ തീവ്രവാദിയാക്കി മുദ്രകുത്തി വെടിവെച്ചു കൊന്നു വീഴ്ത്തുന്ന 14 പേര് വെടിവെച്ച് വീണ് മരിക്കുമ്പോഴും ഭരണാധികാരികളോട് ചോദ്യം ചോദിക്കുമ്പോൾ അവർ കലാപം നടത്താൻ വന്നതുകൊണ്ട് കൊല്ലപ്പെട്ടതാണ് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയുടെ മുഖം, അതൊരു കമ്മ്യൂണിസ്റ്റുകാരന്റെ മുഖ്യമന്ത്രിയുടെ മുഖമായിട്ട് മാറിയതിന് ചരിത്രം ഇവിടെ പറയുമ്പോൾ അത് കേരളത്തിൽ വായിച്ചെടുക്കാൻ ഒരുപാടുണ്ട്. അതേ കാലഘട്ടത്തിൽ ഇപ്പോൾ കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണത്തെ വിലയിരുത്തുമ്പോൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്നുകൊണ്ടാണോ, ആ ആശയങ്ങൾ പ്രചരിപ്പിക്കാണോ ഈ ഭരണത്തിലൂടെ നടക്കുന്നത് എന്നുള്ള ചോദ്യം ഈ പുസ്തകം നമ്മളിലേക്ക് വീണ്ടും എത്തിക്കുമെന്നതിന് സംശയം വേണ്ട. ഞാനിന്നലെ വടകരയിൽ പറഞ്ഞ പോലെ സാർവജൗമഭൂമിക്ക് എന്ന് പറയുന്ന SFI സഹപ്രവർത്തകൻ അദ്ദേഹം നടന്ന വഴികളിലൂടെ അപഥസഞ്ചാരത്തിലൂടെ പോകുന്നൊരു പാർട്ടിയെക്കുറിച്ച്, ആ പാർട്ടി പതനത്തിലേക്ക് എത്താനുള്ള കാരണങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തി സ്വാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടെങ്കിൽ കേരളം താമസിക്കേണ്ടി വരില്ല. കമ്മ്യൂണിസ്റ്റ് സഹയാത്രികയിൽ നിന്ന് തന്നെ കേരള നാടും ഇതുപോലൊരു പുസ്തകം പ്രതീക്ഷിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും യാത്ര. മെലിഞ്ഞാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തിയ ഒരു പ്രസംഗം ഞാൻ കേൾക്കുകയുണ്ടായി. വാർത്താസമ്മേളനം. രാഷ്ട്രീയത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ചില ആശയങ്ങളുണ്ട് എല്ലാ കാലത്തും. ശ്രീ AK ബാലന്റെ പ്രസ്താവന വന്നു കഴിഞ്ഞ ദിവസം. UDF ഭരിച്ചാൽ
UDF ഭരണം കിട്ടിയാൽ ആഭ്യന്തരം ഭരിക്കാൻ വേണ്ടി പോകുന്നത് ജമാഅത്തെ ഇസ്ലാമിയായിരിക്കും. പല മാറാടുകളും ആവർത്തിക്കും കേരളത്തിൽ, പല മാറാടുകളും ആവർത്തിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന. നമ്മൾ ധരിച്ചത് ഇത് ബാലന്റെ മാത്രമുള്ള ഒരു പ്രസ്താവനയാണെന്നാണ്. പക്ഷേ മിനിഞ്ഞാന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്താ? ഞാൻ വിനീതമായി ഉമേഷ് ബാബു ഇരിക്കുന്നുണ്ട്, അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായിട്ട് ഇരിക്കുന്ന അനുഭവമുള്ള ഒരാളാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പറയേണ്ട വാചകങ്ങളായിരുന്നു അന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത്. അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള സംഘടനയുമായി കോൺഗ്രസ് ഒരു കാലത്തും രാഷ്ട്രീയ ബാന്ധവം ഉണ്ടാക്കിയിട്ടില്ല. അവരുമായി രാഷ്ട്രീയ ബാന്ധവം പുറന്നുണ്ടാക്കിയത് ആരാണ്? 96 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആ 96 ദേശാഭിമാനി പത്രം എടുത്തു നോക്കിയാൽ ഇപ്പോഴും ഉണ്ടാവും. ദേശാഭിമാനിയിൽ കൃത്യമായി പറയുന്നുണ്ട്, ഞങ്ങളെ സഹായിച്ച ജമാഅത്തെ ഇസ്ലാമിക്ക് നന്ദി പറയുന്നു. നമ്മുടെ ഇപ്പം ജീവിച്ചിരിപ്പില്ലെങ്കിലും 2006 കോടിയേരി ബാലകൃഷ്ണൻ നിയമസഭയിൽ പറയുന്നു, ഇത് തന്നെയാണ് പറയുന്നത്, ഞങ്ങളെ സഹായിച്ച ജമാഅത്തെ ഇസ്ലാമിക്ക് നന്ദി പറയുന്നു. 2009 തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് ഇലക്ഷനാണ്. അന്നവർക്ക് വലിയ മുന്നേറ്റം ഉണ്ടായില്ലെങ്കിലും അന്ന് മുഖ്യമന്ത്രി ഇന്നത്തെ മുഖ്യമന്ത്രി അന്ന് പിണറായി വിജയൻ അദ്ദേഹം പറയുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക്. മാറാട് കലാപം, ഇവർ പറയുന്ന മാറാട് കലാപം നടക്കുമ്പോ ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയമായിട്ട് CPM-ന്റെ കൂടെയായിരുന്നു. അദ്ദേഹം പറയുന്ന ഭാഷ എന്നിട്ട് വീണ്ടും ഈ രാജ്യത്ത് സംഘപരിവാർ പോലും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ, വർഗീയത, തന്റെ വാക്കുകളിലൂടെ പറയാൻ തയ്യാറാവുന്ന കാഴ്ചയാണ്. അപ്പൊ ഇവിടെ ആശയപരമായിട്ടുള്ള ഒരു വലിയ പാപ്പരത്വം തന്നെയാണ്. ഒരു ഇടതുപക്ഷ പാർട്ടിയുടെ നേതാവ് ഒരു കാലത്ത് ഉപയോഗിക്കാത്തവണ്ണം വർഗീയത രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ചിത്രമാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് ഒരുപാട് കണ്ടു, ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കും. ഞാൻ യഥാർത്ഥത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ സുധാകരന് 1,00,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടി കണ്ടുപിടിച്ചു. കോൺഗ്രസ്സുകാര് പോലും പ്രതീക്ഷിച്ചിട്ടില്ല അത്രയും ഭൂരിപക്ഷം ഉണ്ടാവുന്നത്. കമ്മ്യൂണിസ്റ്റ് കോട്ടകോത്തലങ്ങളിൽ നിന്ന് സുധാകരൻ ആളുകൾ കൂട്ടി. സുധാകരനെതിരെ കള്ളവോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ച പോലും ആ കള്ളവോട്ട് സുധാകരന് കൈപ്പറ്റി ചെയ്തു കൊടുത്തു. ഞാൻ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ് സാർജോഭൗമിക്കിന്റെ പോലൊരു പുസ്തകം കേരളത്തിൽ എഴുതാതിരിക്കട്ടെ, ആ പാർട്ടി തകരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ആദ്യത്തെ റിയാക്ഷൻ ആയിരുന്നു അത്. ഇങ്ങനെ പോണ്ട, സ്വല്പം നിർത്തി പോകണം എന്നുള്ള റിയാക്ഷൻ. അത് സ്വന്തം പാർട്ടിയിലേക്കുള്ള ഒരു തിരുത്തലായിരുന്നു. ഞങ്ങളത് തിരിച്ചറിയുന്നു. ആ തിരിച്ചറിയലിൽ നിന്നു ഇല്ല. P. ചന്ദ്രശേഖരനെ പോലെ ഒരാളെ കൊല ചെയ്യുന്നതും ബംഗാളിലെ കൊലപാതകവും തമ്മിൽ എന്ത് അന്തരമുള്ളത്? കേന്ദ്രത്തിൽ നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ പീഡനം നമുക്കറിയാം. ഒറ്റ അജണ്ടയിലാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും CBI-യും ED-യും എല്ലാം ഉപയോഗിച്ച് വിരട്ടി രാജ്യത്ത് വർഗീയ ധ്രുവീകരണത്തിലൂടെ മാത്രം നിലനിൽക്കുന്ന സർക്കാരാണ്. അല്ലാണ്ട് ജനങ്ങളുടെ ഭൂരിപക്ഷവും പിന്തുണയുള്ള സർക്കാരല്ല എന്നുള്ളത് നമ്മൾ പലമുறை കണ്ടതാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തനി വർഗീയത പ്രധാനമന്ത്രി മുതൽ താഴെ തട്ടിലുള്ളവരോട് പറഞ്ഞ് തമ്മിലടിപ്പിക്കുക, ഭിന്നിപ്പിക്കുക എന്നുള്ളതാണ്. ആ പ്രത്യയശാസ്ത്രം തന്നെയല്ലേ ഈ കഴിഞ്ഞ ദിവസത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ നമ്മൾ കണ്ടത്. അതിന്റെ കാർബൺ കോപ്പിയല്ലേ കണ്ടത്? ഇതെങ്ങനെ ഇടതുപക്ഷ ആശയവുമായി പൊരുത്തപ്പെടും? അപ്പൊ നിങ്ങളുടെ ആശയപരമായ പാപ്പരത്വത്തിന്റെ ലക്ഷണമായിട്ട് ഇത് കാണാൻ സാധിക്കുന്നു എന്നതാണ് ഞാനിവിടെ പറഞ്ഞു വന്നത്. ബംഗാളിൽ കണ്ടത് കേരളത്തിൽ ആവർത്തിക്കുന്ന ദിവസങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് അവരുടെ പാർട്ടി നേതാക്കന്മാർ തന്നെയാണ് എന്നുള്ള കാര്യം തിരിച്ചറിയാൻ കമ്മ്യൂണിസ്റ്റ് സഹപ്രവർത്തകർക്ക് കഴിയുന്നതുകൊണ്ടാണ് അവർ ചില റിയാക്ഷണറി റെസ്പോൺസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക.
കോർപ്പറേറ്റുകൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്താണ് സ്ഥാനമെന്നും ഒരു കാലത്ത് ചോദിച്ചാൽ നോ എന്ന് പറയാൻ കഴിയുമായിരുന്നു. ഇന്നത് കഴിയുമോ? ഇന്ന് മുതലാളിത്ത ചങ്ങാത്തത്തിന് ഏറ്റവും പറ്റിയ അവസരമായിട്ട് എവിടെ കിട്ടിയാലും കേരളത്തിലെ CPM അത് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് അവരുടെ വളർച്ചയും അവരുടെ മുന്നോട്ടുള്ള പ്രവർത്തനവും ഒക്കെ തന്നെ ഈ പുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുമെന്നുള്ളത് സൂചിപ്പിക്കാനാണ് ഞാൻ ദീർഘമായൊരു പ്രസംഗത്തിന് ഇവിടെ മുതിരുന്നില്ല. അതുകൊണ്ട് പുനർവായനയ്ക്ക് വിധേയമാക്കി മനസ്സുകളെ തയ്യാറെടുപ്പിക്കേണ്ട ഒരവസരം ഈ പുസ്തകം നൽകും. ഈ പുസ്തകം നമുക്ക് നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ വഴിയോരങ്ങളിൽ കൂടെ നടന്നുപോയ അനുഭവങ്ങൾ നമുക്ക് സമ്മാനിക്കും. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് രാഷ്ട്രീയ പ്രസക്തിയുള്ള ഒരു പുസ്തകമാണ് ഈ പുസ്തകം എന്നുള്ളതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളാണ് ഈ പുസ്തകം കൂടുതൽ വായിക്കേണ്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കുക. കമ്മ്യൂണിസം മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല, അവര് കോൺഗ്രസ് മരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലും കമ്മ്യൂണിസം മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല നമ്മളാരും. ആശയങ്ങളെ കൊന്നിട്ടല്ല രാഷ്ട്രീയത്തിൽ അധീശത്വം സ്ഥാപിക്കേണ്ടത് എന്ന് വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിൽ നിൽക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷെ ആശയം സമ്പൂർണമായിട്ടും ഹൈജാക്ക് ചെയ്യപ്പെട്ട് താല്പര്യങ്ങൾക്ക് വേണ്ടി ആശയങ്ങളെ ദുരുപയോഗപ്പെടുത്തുന്ന ഒരു കാലത്ത് മൂല്യച്യുതിയുടെ ഏറ്റവും അപാരമായിട്ടുള്ള ആഴങ്ങളിലേക്ക് കൂപ്പുകുത്തി വീഴുന്ന ഒരു പാർട്ടിയെ തിരിച്ചു പിടിക്കാൻ എവിടെയെങ്കിലും ശ്രമമുണ്ടാകാൻ കഴിയുമെങ്കിൽ ഈ പുസ്തകം അവർ വായിക്കട്ടെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ പുസ്തക പ്രകാശന ചടങ്ങിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. അടുത്തായി പുസ്തകം ഏറ്റുവാങ്ങിക്കൊണ്ട് ഏറ്റവും ബഹുമാനായ നമ്മുടെ പ്രിയങ്കരനായ കഥാകാരൻ ശ്രീ ടി പത്മനാഭൻ അവർ പ്രസംഗിക്കും. സുഹൃത്തുക്കളെ, ബംഗാളിൽ സമീപകാലത്ത് സംഭവിച്ച കാര്യങ്ങളാണ് യങ്സ്റ്റർ സ്റ്റേറ്റ് എന്ന ഈ പുസ്തകത്തിലുള്ളത്. ബംഗാളിൽ കോൺഗ്രസ് ഭരിച്ച കാലത്തും അതിനുശേഷം ജ്യോതി ബസുവിന്റെയും ബുദ്ധദേവിന്റെയും അതിനും പിറകെ ഇപ്പോൾ മമതാ ബാനർജിയുടെയും കാലത്തൊക്കെ ധാരാളം സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. മമതാ ബാനർജിക്ക് പേരിലെ മമതയുള്ളൂ, ആരോടും മമതയില്ലാത്ത ഒരു മഹിളയാണ് മമതാ ബാനർജി. ത്രിപുരയിൽ പോകുവാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല, പോകാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചില അനുഭവങ്ങൾ, എൻ്റെ യാത്രയിൽ എനിക്ക് അനുഭവപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ അതുമായി ഏറെ പ്രസക്തിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ജ്യോതി ബസുവിന്റെയും ബുദ്ധദേവ് ഭട്ടാചാര്യയുടെയും കാലത്ത് ബംഗാളിലൂടെ സഞ്ചരിക്കുമ്പോൾ എവിടെ നോക്കിയാലും ചുവപ്പ് കൊടി മാത്രമേ കാണുകയുള്ളൂ. റോഡ് സൈഡിൽ എഴുതി വെച്ചിട്ടുള്ളതും വലിയ ബാനറുകളും പ്ലാക്കാർഡുകളും എല്ലാം ചുവപ്പിൽ ആലേഖനം ചെയ്ത് ചെങ്കൊടി അടയാളം പേറുന്ന കാര്യങ്ങളായിരിക്കും. ഒരൊറ്റ ത്രിവർണ പതാക എവിടെയും
ഞാനന്ന് കണ്ടിട്ടില്ല. ജ്യോതി ബസു മഹത്തായ ഒരു പൈതൃകത്തിന്റെ ഉടമയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ യോഗ്യത ബംഗാൾ ഭരണത്തിൽ കണ്ടിട്ടില്ല. കാട്ടുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നതാണ് സത്യം. അതുപോലെ ബുദ്ധദേവ് ഭട്ടാചാര്യ ജ്യോതി ബസുവിന്റെ ശേഷം വന്നപ്പോൾ അദ്ദേഹം വലിയ ഒരു കവിയായിരുന്നു. സാഹിത്യത്തിൽ വളരെയേറെ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു ബുദ്ധദേവ് ഭട്ടാചാര്യ. പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു അവാർഡ് വാങ്ങാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായിട്ടുണ്ട്. ഈ രണ്ട് മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും പിരിഞ്ഞതിന് ശേഷമാണ് മമത എന്ന മഹിള അവിടെ വന്നത്. അന്നത്തെ ഒരു യാത്രയിലെ അനുഭവങ്ങളാണ് ഏറെ രസകരമായിട്ടുള്ളത്. എന്റെ കൂടെ വളരെ സാത്വികനും സ്വാർത്ഥരഹിതനും ആയ ഒരു കമ്മ്യൂണിസ്റ്റ് സുഹൃത്തും ഉണ്ടായിരുന്നു, മലയാളി. ഞാൻ 1943 മുതൽ ഇന്ന് വരെ ഖാദിയാണ് ധരിക്കുന്നത്. ലോകത്തിലെ ഒരുമാതിരി രാജ്യങ്ങളിലൊക്കെ സഞ്ചരിച്ചു. അപ്പോഴും ഈ കതർ ഷർട്ടും ഈ കതർ മുണ്ടും മാത്രമായിരുന്നു എന്റെ വേഷം. തടസ്സമൊന്നും ആയിരുന്നില്ല. പക്ഷെ എന്റെ കമ്മ്യൂണിസ്റ്റ് ചങ്ങാതി ചെറുപ്പം മുതൽക്കേ ഖദർ മാത്രം ധരിക്കുന്ന വ്യക്തിയായിരുന്നു. ഞാൻ പുറത്ത് മാത്രമാണ് ഖാദി, അകത്ത് മില്ലുകൊണ്ടുണ്ടാക്കിയ ഇന്നർ. സത്യമാണ്. എന്റെ ചങ്ങാതി ഖദർ തുണി വാങ്ങി ടൈലറടുക്ക കൊടുത്ത് വെട്ടി ആണ് ബനിയനും അണ്ടർവെയറും ഉണ്ടാക്കിയിരുന്നത്. അദ്ദേഹം വിശ്വസിച്ചിരുന്നു ഇത് അത്രയ്ക്ക് സാത്വികത. പക്ഷെ പല കാരണങ്ങളാലും അയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു വർക്കറായിരുന്നു. എത്രയോ കാലമായിട്ടുള്ള സ്നേഹബന്ധം നമ്മൾ തമ്മിൽ ഇപ്പോഴും സൂക്ഷിക്കും. യാത്ര എനിക്ക് പോകേണ്ടിയിരുന്നത്, ഞാൻ താമസിച്ചത് രാമകൃഷ്ണ മിഷന്റെ വിദേശികൾക്ക് വേണ്ടിയുള്ള ടൂറിസ്റ്റ് ഹോം എയർപോർട്ടിൽ നിന്ന് ഏറെ ദൂരമുണ്ട്. അവിടെയാണ് ഞാൻ ഏതാനും ദിവസങ്ങൾ താമസിച്ചിരുന്നത്. രസകരമായ കാഴ്ചയാണ് അന്ന് ഞാൻ റോഡിന്റെ ഇരുവശത്തും കണ്ടത്. ചുവപ്പിന്റെ ഒരു ലാഞ്ച ഒരു ദിക്കിലുമില്ല. ഒരു ദിക്കിലും മുദ്രാവാക്യങ്ങളില്ല, ചെങ്കൊടി അടയാളങ്ങളില്ല. മുഴുവൻ മമതാ ബാനർജി മാത്രമായിരുന്നു. ഒരു നിലത്തെഴുത്തില്ല, ചുമരെഴുത്തില്ല. വളരെ വേദനയോടെ എന്റെ സുഹൃത്ത്, സഖാവായ സുഹൃത്ത് എന്നോട് പറഞ്ഞു, അപ്പേട്ട നാട്ടിൽ പോയാൽ ഇതാരോടും പറയാൻ. സത്യമാണ്. എല്ലാത്തിനും കാലഹരണമുണ്ട്. അത്രയോ കൊല്ലമായി അത് കാലഹരണപ്പെട്ടു. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാനത് പറയുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഓർക്കേണ്ടത് ഏത് രാഷ്ട്രീയ പാർട്ടിയേക്കാളും ഉപരിയായി ചെങ്കൊടിയുടെ അവകാശികൾ തന്നെയാണ്. നന്ദിഗ്രാം ഇവിടെ ആവർത്തിക്കണം, ബംഗാൾ ഇവിടെ ആവർത്തിക്കണം.
ബംഗാളികൾ ഇന്ന് ചുരുങ്ങി. 30-ലധികം കൊല്ലങ്ങളിൽ മനോഹരമായ സുന്ദരമായ ഭരണത്തിന് ശേഷം ഇവിടുത്തെ ഹോട്ടലുകളിൽ മുഴുവൻ മേശ തുടക്കുവാൻ നമ്മൾ കണ്ടത് ബംഗാളികളെ ആയിരുന്നു. വാട്ട് എ ഫോൾ മൈ കൺട്രിമൻ. ഇതിനേക്കാളും വലിയ ഒരു വീഴ്ച ഈ പ്രസ്ഥാനത്തിന് ഉണ്ടായിട്ടുണ്ടോ? ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ ബംഗാളികളെയും മാറ്റി നിർത്തി ബംഗാളിന് തൊട്ടുള്ള സ്റ്റേറ്റുകളിൽ നിന്നുള്ള വേലക്കാരാണ് നമ്മുടെ നാട്ടിൽ ജോലിക്ക് വരുന്നത്. അവിടെയൊക്കെ ത്രിപുരയിൽ നിന്നുമുണ്ട്, ജാർഖണ്ഡിൽ നിന്നുമുണ്ട്. അവിടെയൊക്കെ വളരെ സുന്ദരമായ ഭരണങ്ങളാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇതിന്റെയൊക്കെ സമഗ്രമായ ഒരു വിവരണം എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളത് ഭൗമികിന്റെ ഈ പുസ്തകത്തിൽ നിങ്ങൾക്ക് വായിക്കുവാൻ കഴിയും. ഏതായാലും ഇത്തരത്തിലുള്ള ഏറെ കാലിക പ്രസക്തിയുള്ള ഈ പുസ്തകം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത ശ്രീ അജീർ കുട്ടിക്ക് എന്റെ നമസ്കാരം. ഇതൊരു വിഷമം പിടിച്ച പ്രവൃത്തിയാണ് തർജ്ജമ, പരിഭാഷ എന്നത്. വളരെയധികം കാശ് കിട്ടുന്ന പ്രവൃത്തിയുമല്ല. എന്നിട്ടും ഒരു തപസ്യ പോലെ അത് ഏറ്റെടുത്ത അജീർ കുട്ടിയെ നാം എല്ലാവരും അഭിനന്ദിക്കുന്നു. പിന്നെ ഈ തടിയൻ പുസ്തകം മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച് വിൽപ്പനയ്ക്ക് എത്തിച്ച പ്രിയദർശിനി, അതിന്റെ ഊർജ്ജസ്വരനായ എന്റെ സുഹൃത്ത് പഴകുളം മധു, അദ്ദേഹത്തോടും നാമൊക്കെ കടപ്പെട്ടിരിക്കുന്നു. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, മര്യാദ കൊണ്ടല്ല, ശാരീരികമായ അവശത കൊണ്ട്. എനിക്ക് ശേഷം ഒരാൾ പ്രസംഗിക്കുന്നത് കേൾക്കും. അത് കഴിഞ്ഞാൽ ദയവായി എന്നെ പോകാൻ അനുവദിക്കും. I request Madam Nivadas Munshinji to deliver her speech. Respected K.C. Venugopal ji, T. Padmanabhan ji, Babu ji, Sudha Menon ji, our leader Sudhakaran ji, Secretary ICC Mansoor Ali Khan, and the author of Gangster State, Shri Shaurya Bhaumik. I have read this book in detail. It visualized Bengal, the rise and fall of the CPIM government. I can visualize, since I am from Bengal, I can visualize where this book starts. The hero Rajat, who is a SFI guy, from there to DYFI in Presidency College, who started his journey with an ideology of CPIM party, the Marxist ideology. And from that journey, how he saw Bengal, the decaying of Bengal, the decaying of the ideology of the party. And he has seen the violence in Bengal, how with the opposition they treat, from the college level to university level, then to panchayat level, then to assembly level, then to Lok Sabha level.
So this person, being a journalist, he visited other state also, and then he came back. In his state, when there was COVID, and when this party was actually getting defeated and defeated and defeated. So he was showing the party office, which is called Alimuddin Street. We all know in Calcutta it is very famous. The party office of CPIM, where he was going as his youth with great idea, with a dream that he will see in Bengal. And when he's coming back after his journalism tour back to Calcutta and went to this Alimuddin Street office, he found there is only some tea and lunches left. No leaders, no cadres, no idealism, no power. Everything has gone back. So he's coming out from the Alimuddin Street. This is where the book ends. So a journey of a young. I can relate this with, since I am 2 years in Kerala looking after the party from AICC. I can relate the entire, these visuals in Kerala, especially in Kannur. Kannur people have seen so much of violence. They can relate. The other places, other district may not, because that violence is not all over Kerala. But Kannur especially, our people have seen it. But there is a little difference between the politics of Bengal and Kerala, because we are not in power 35 years in the left rule. Here we came into power in between and gone. But the point is very clear. Now we talk about unemployment in Kerala. But not for the SFI or DYFI boys or girls. They are getting their job from the back door. We talk about violence. The violence is very less now, since the opposition are having big power, support of the people. So here also it is decaying and changing. But Shorjo Bhomik, what he has said he has written in his book, that when the erosion started, when the decaying started, it was going towards BJP, which is a dangerous thing happened in Bengal. The CPM party broken and shifted towards BJP. Here also I can see the tacit understanding now. It is very visible now with the BJP and the left. So I can relate what happened in Bengal and now what is happening in Kerala. So I think this translation will help a lot of youngsters to know about this party, the truth behind this CPIM party, which is a camouflage, which is just a mask. And people should know about it. So I'm very thankful to Priyadarshini, publisher, to publish this book. And it will be a helpful handbook for the youngsters of Kerala. Thank you so much. Jai Hind. Let's hear the author of the book, Sri Saurya Bhaumik. Let's listen him. I invite Saurya Bhaumik to deliver the speech.
നിങ്ങൾക്ക് ഇരിക്കാം. Namaskara. So firstly, thank you for having me here. And most of the things, unfortunately, I could not understand, but I could pick up the keywords. But at the same time, I just want to share my idea of why I wrote this book, what made me write it. So, number one, when most of us are young, we are like allured, we are like lead a safe, sheltered life, and then we think of a lot of things. This allure of leftist ideology, like Che Guevara, haves and have-nots, discriminated, marginalized, we feel for them. This is the point when we also kind of drawn to power, want to become a hero, all these kind of things happen to us. But we are immature, we don't understand the ideology as such. So I lived in a time when the CPIM was in, the heydays of its power. Everything was controlled by the party. And that was the time, there were many youths and youngsters like me who joined the SFI. None of them had read the Communist Manifesto or the Das Kapital or anything like that. We were all drawn to power. So we were like blindfolded, brainwashed into, there were so many things. I feel ashamed these days, like electoral rigging, which Deepa ma'am will be knowing. They mastered in that. So we were all participants in that, and there were times, my book starts with the fact one old man who was campaigning for the Trinamool Congress was beaten up by 20 people. His fault, he was going door to door campaigning for the Trinamool Congress. So this was a time, we were all participants in that. So after a few years, most of us had quit politics. We for jobs, we had to migrate to other cities like Delhi, Bombay and all. And then you become an outsider. And as an outsider, then you reflect and self-introspect, and then you realize your mistakes. So that's when it struck me that it's a story that needed to be told and no one had written about it. And that's how the idea germinated. And when I started writing it, talking to many people, how their families had suffered at the hand of the CPIM, then I realized, as Mr. Venugopal was quoting, A Tale of Two Cities, it was the worst of time. It was the age of foolishness. There was no wisdom. It was not the best of times. And then when I was writing it, the more it tumbled out. I was speaking to many people, acquaintances from all across the state, like from Murshidabad, Purulia, and all those states, all those districts. And many people were telling me about stories which were like really horrific, how they suffered, how their land was taken, captured by the CPIM when in power and everything. And when I was writing it, a lot of my friends, who were like SFI, DYFI comrades, they were actually happy, they were not angry. Because they were saying this is a story which needed to be told and there is no self-criticism in the Communist Party. So someone needed to tell the story. So this is how the book took shape. And eventually, then I became a journalist and all. I was in Delhi for a few years. And then I realized, so there is a need for the left in a country like India where there is like a lot of suffering, exploitation and all those kind of things. But even in the last few months, I have seen the CPIM talking more about, say, Gaza, Palestine, Venezuela. What I mean to say, these are issues which needed to be spoken about. But at the same time, there have been cases like Unnao, Indore water contamination. There's like environmental damage in Aravalli, Sarisk and all those places. Do we hear them talking about it day in, day out? We don't really. So this is something they have become so, in my opinion, especially in West Bengal, they have become so detached from the reality. So they live in a fool's Disneyland kind of a thing. And when it comes to Kerala, I don't know much about Kerala, but one thing I would like to say, the question should be the difference between people of Kerala and people of Bengal. People of Bengal let CPIM stay in power for 34 years. Mamata Banerjee is in power for like 15 years.
And as we all know, power corrupts and absolute power corrupts absolutely. In Kerala, thankfully, every 5 years the government changes. So there is a check and balance between, in the system, in the Kerala system. So there is a basic difference between Kerala and West Bengal in that way. But in West Bengal, what you pay for your mistakes. 34 years, apart from the first 10 years, the next 24 years, it was just about holding on to power. And now see, they are languishing at 4%. There is no hope, there is no future. And they know. But even if you, the problem of the CPIM, if you scan their social media posts and all, you will see they still perhaps believe they are in power. If someone challenges them, if someone criticizes them, the way they talk, the way they reply, as if like they have generational, ancestral rights over the state. So these are problems of the left which I realized the more in retrospect, I was judging my action, judging many of my friends' action. And then I realized like there are many people in the CPIM who don't have an escape route. They want to escape, but now they realize like their career is gone. They didn't do anything. They didn't study much and kind of pursue higher studies or look for jobs and all. And now their only option is, as like a lot of people in Kerala were telling me, they have the only option is like doing party karna padta hai. And it's not about ideology anymore. You go to, say, Tamil Nadu, people would say DMK, Amma. You go to UP, people will say Bhajpa, Sapa and all those kind of things. But in Bengal, the unfortunate part is, log party karte hain. So there is no other option. So it has become like a failed kind of a decaying state. And in that way, you will see a lot of Bengalis coming to Kerala to work. They are migrant laborers and all, because they have no other options and opportunities in the state. And that is just the responsibility of the political parties which ruled for 34 years and which has been ruling for the past 15 years. And this is, I would say, a basic difference between Bengal and Kerala. There is no checks and balances. So this is, a lot of people told me to write a second part of the book, which is about the TMC rule, which I haven't thought about it. Syndicate state. There have been many coinage. Some people compare the present rule with mafia cartels of Colombia. So the point is, the only thing is like right now I am standing here as someone who has been living in a state which has been suffering for a long, long time. That's what I would like to say, and thank you for having me here. താങ്ക് യു സംജയ്. അടുത്തതായിട്ട് ശ്രീ സുധാ മേനോൻ കടത്തനാട് സാഹിത്യോത്സവത്തിൽ പങ്കെടുത്ത് 11:30 സംസാരിക്കേണ്ടതാണ്. ശ്രീ സുധാ മേനോൻ സംസാരിക്കുന്നത്. എന്നോട് ക്ഷമിക്കണം, ഒരു വലിയ പ്രസംഗത്തിന് ഞാൻ നിൽക്കുന്നില്ല. എനിക്ക് കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ 1:40 എത്തേണ്ടതുകൊണ്ട് ജവഹർലാൽ നെഹ്റുവിനെതിരായുള്ള നുണകൾക്കൊരു മറുപടിയാണ് എനിക്ക് അവിടെ പറയാനുള്ളത്. അതുകൊണ്ട് അവിടേക്ക് പോകേണ്ടതുകൊണ്ട് ഒരുപാട് വലിയൊരു പ്രസംഗത്തിന് ഞാൻ നിൽക്കുന്നില്ല. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ആദരണീയരായ നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, first of all, let me express my profound sense of gratitude to Mr. Saurjya Bhaumik for writing this amazingly beautiful and insightful book. I just finished reading this book in English version, and after reading the last line, I was speechless, absolutely speechless. Because if I would say, I would express this book is just a rare piece of non-fiction, an unparalleled and outstanding book of honesty and integrity, I must say. മലയാളത്തിൽ പറയുകയാണെങ്കിൽ അനിതര സാധാരണമായ അപാരമായ സത്യസന്ധതയുടെ പുസ്തകം എന്ന് നമുക്ക് മലയാളത്തിൽ അതിനെ തർജ്ജമ ചെയ്യാം. അത്രയേറെ ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുകളാണ് അദ്ദേഹം ആ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. There is no dearth of literature on communism in general, the decline of communist ideology, Marxism,
And even Ramchandra Guha wrote a book on the decline of communism in the left movement in India. But there is hardly any book on an insider perspective of how the communist movement in India transformed into gangsters. That is what is explained in this book very beautifully. The protagonist Rajat is explaining his journey as an SFI student volunteer to DYFI and how he witnessed the drastic changes within his party. So it's an insider perspective. You couldn't see any other book in India. Actually, I think this should be published by Chinda or Deshabhimani and ask their SFI cadres to read it and retrospect themselves. Because it is about what happened to their party and how it became a gangster itself. അത്രയ്ക്ക് നമ്മളിപ്പോൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ കേട്ട് പരിചയമുള്ള ബംഗാൾ അല്ല ഈ പുസ്തകത്തിൽ പറയുന്ന ബംഗാൾ. ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും എന്താണ് ബംഗാൾ? നമ്മൾ 70കളിലും 80കളിലും വായിച്ചിട്ടുള്ള മാതൃഭൂമി ആഴ്ചപ്പതിപ്പുകൾ വായിച്ചിട്ടുള്ള ധാരാളം നോവലുകൾ അല്ലേ? ആശാപൂർണ ദേവിയുടെയും മഹേശ്വത ദേവിയുടെ, സത്യജിത് റായിയുടെ സിനിമകള്, ഹൃതിക് ഘട്ടക്കിന്റെ സിനിമകള്, അബുവിന്റെ, അതിനെ കണ്ണൂരിലേക്ക് പാർട്ടി ഗ്രാമങ്ങളായിട്ട് മാത്രം അതിനെ സമീകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിലപ്പുറമായിരുന്നു. യഥാർത്ഥത്തിൽ ഈ 20 വർഷത്തെ 1977 തൊട്ട് 2011 വരെയുള്ള CPM ഭരണത്തിൽ അവർ നശിപ്പിച്ചത് ഒരു സംസ്ഥാനത്തെ മാത്രമല്ല, ആ സംസ്ഥാനത്തിൽ അതിന്റെ ജനതയെയാണ്, അവരുടെ സംസ്കൃതിയായിരുന്നു. അവിടെ ഒരു പൊതുമണ്ഡലം ഇല്ലാതായി, പറയാൻ പറ്റാതായി, അവിടെ ഒരു ഓപ്പോസിഷൻ ഇല്ലാതായി. ഇന്നലെ ബഹുമാനനായ AICC ജനറൽ സെക്രട്ടറി വടകരയിൽ പ്രസംഗിക്കുന്നത് ഞാൻ ലൈവ് കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് വൈലോപ്പിള്ളിയുടെ ഒരു വാക്ക് അദ്ദേഹം അവിടെ സൂചിപ്പിക്കുന്നത് കേട്ടു, സൗവർണ പ്രതിപക്ഷം, ഗോൾഡൻ ഓപ്പോസിഷൻ. അത്തരം ഒരു ഓപ്പോസിഷൻ പോയിട്ട് ഒരു എതിര് പറയാനുള്ള ഒരു ശബ്ദം പോലും കേൾക്കാത്ത വിധത്തില് ഒരു സംസ്ഥാനത്തെ, ഒരു സംസ്കാരത്തെ, ഭാഷയെ മൊത്തം മലീമസമാക്കിയ ഭരണകൂടമായിരുന്നു നമ്മൾ കണ്ടത്. ഇവിടെയാണ് നമ്മൾ ജവഹർലാൽ നെഹ്റുവിന്റെ ഒക്കെ മഹാത്മ്യം തിരിച്ചറിയേണ്ടത്. കാരണം 1947 ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. ആ സാഹചര്യത്തിൽ പോലും അദ്ദേഹം ജനാധിപത്യത്തെ കൈവിടിഞ്ഞിരുന്നില്ല. അന്ന് വിഭജനവും വർഗീയ കലാപങ്ങളും കഴിഞ്ഞ ഒരു ഇന്ത്യയിൽ ഒരു അരാജകവാദത്തിലേക്കോ ഏതെങ്കിലും ഒരു സിവിൽ വാറിലേക്കോ ഇന്ത്യ തിരിയാൻ സാഹചര്യം ഉണ്ടായിരുന്ന ഒരു അവസരത്തിൽ അദ്ദേഹം ഒരു ടൊട്ടാലിറ്റേറിയൻ സ്റ്റേറ്റിലേക്ക്, സമഗ്രാധിപത്യത്തിലേക്ക് ജവഹർലാൽ നെഹ്റു നീങ്ങിയിരുന്നുവെങ്കിൽ ആരും അദ്ദേഹത്തെ ഒന്ന് കുറ്റം പറയില്ലായിരുന്നു. പക്ഷേ അത് ഇന്ത്യയുടെ മാത്രമല്ല എല്ലാ ഏഷ്യൻ രാജ്യങ്ങളുടെയും ഭാവി ഭാഗധേയത്വത്തിന്റെ മറ്റൊന്നാക്കുമായിരുന്നു. നെഹ്റു അത് ചെയ്തില്ല. 1947 മുതൽ 1964 മെയ് 27 വരെയുള്ള ഭരണകാലത്ത് ജവഹർലാൽ നെഹ്റു ചെയ്തത് ഇന്ത്യയിലെ ജനാധിപത്യ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കുകയായിരുന്നു. ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഓരോന്നായിട്ട് കെട്ടിപ്പടുക്കുകയായിരുന്നു. അത്രയേറെ ശക്തമായ ഒരു വ്യാകരണം അദ്ദേഹം ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇന്ന് ഇത് നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് പോലും അത്ര എളുപ്പത്തിൽ അത് കഴിയാത്തതെന്ന് ഓർക്കണം. നേരെ മറിച്ച് ബംഗാളിൽ സംഭവിച്ചത്, ബംഗാളിൽ നീണ്ടകാലം ഭരിച്ച ഇടതുപക്ഷം എന്താണ് ചെയ്തത് എന്ന് അവരോട് തന്നെ ചോദിക്കേണ്ടതാണ്. അവർ ജനാധിപത്യത്തെ നശിപ്പിച്ചു. അവർ ചെയ്തത് ഈ സ്റ്റേറ്റും ഭരണകൂടവും പാർട്ടിയും ഒന്നായി മാറി. എന്താണ് മാർക്സ് പറഞ്ഞത്? ഒരു സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ദ സ്റ്റേറ്റ് വിൽ വിതർ അവേ ആൻഡ് തിങ്സ് വിൽ അഡ്മിനിസ്റ്റർ ദംസെൽസ് എന്നാണ് പറഞ്ഞത്, അല്ലേ? പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭരിക്കാൻ അവസരം കിട്ടിയ എല്ലായിടങ്ങളിലും നമ്മൾ എവിടെയും സ്റ്റേറ്റ് വിതറവേ ചെയ്യുന്നത് നമ്മൾ കണ്ടില്ല. സ്റ്റേറ്റ് എവിടത്തും കൊഴിഞ്ഞു പോയില്ല. പകരം പാർട്ടി തന്നെ സ്റ്റേറ്റ് ആയിട്ട് മാറി, ഭരണകൂടവും പാർട്ടിയും ഒന്നായിട്ട് മാറിയിട്ട് ജനങ്ങളുടെ മേൽ അധികാരം താഴേക്ക് സംക്രമിപ്പിക്കാതെ അധികാരം തന്നെ പാർട്ടിയിൽ കേന്ദ്രീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നിർഭാഗ്യവശാൽ എനിക്ക് പറയാനുള്ളത് ഇതേ മാതൃകയാണ് BJP ഇന്ന് പല സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കിയാണെന്ന്. ഒരു ചെറിയ ഉദാഹരണം ഇവിടെ ബഹുമാന്യനായ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ജി, ദീപാദാസ് മുൻഷി മാം ഉള്ളത് കൊണ്ട് മാത്രം ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. കുറച്ച് ദിവസം മുമ്പ് അഹമ്മദാബാദിൽ നിന്ന് ഗുജറാത്തിലെ ദ്വാരകയിലേക്ക് ട്രെയിനിൽ പോവുകയായിരുന്നു ഞാൻ. അപ്പോൾ ഒരു വളരെ പ്രായം ചെന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകനെ ട്രെയിനിൽ കണ്ടുമുട്ടി. അപ്പോൾ സാധാരണയായിട്ട് എന്നെ അറിയാവുന്നവർക്കറിയാം, ഖദറിട്ട് ആരെ കണ്ടാലും എനിക്ക് ഒരു ജൈവികമായ ഒരു സ്നേഹം തോന്നും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അദ്ദേഹം 30-35 വർഷത്തോളം ഗുജറാത്തിലെ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. അവിടുത്തെ സർപഞ്ച് ആയിരുന്നു, അതായത് പഞ്ചായത്ത് പ്രസിഡന്റ്. ഇപ്പോൾ അദ്ദേഹം പ്രവർത്തനം നിർത്തി എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് പ്രവർത്തനം നിർത്തിയത്? അദ്ദേഹം പറഞ്ഞത്, മോദി ഭരിക്കുന്ന ഗുജറാത്തിൽ വി ഹാവ് ഓൺലി 2 ഓപ്ഷൻസ്. ഒന്നുകിൽ നിങ്ങൾ BJP ആവുക, അല്ലെങ്കിൽ നിങ്ങൾ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുക എന്ന്.
അദ്ദേഹത്തിന്റെ അത്രയേറെ, അദ്ദേഹം ജവഹർലാൽ നെഹ്റുവിനെ നേരിട്ട് കണ്ട ഒരാളാണ്, ഇന്ദിരാഗാന്ധിയെ നേരിട്ട് കണ്ട ഒരാളാണ്, രാജീവ് ഗാന്ധിയെ നേരിട്ട് കണ്ട ഒരാളാണ്. അദ്ദേഹത്തിന്റെ കൺവിക്ഷൻസ് നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമാണ്. ഒരു യഥാർത്ഥ കോൺഗ്രസ് ഗാന്ധിയൻ പ്രവർത്തകനായ അദ്ദേഹത്തിന് BJP-യിലേക്ക് ഒരു സുപ്രഭാതത്തിൽ രൂപാന്തരണം നടത്താൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം പൊതുപ്രവർത്തനം അവസാനിപ്പിച്ചു. അദ്ദേഹം അതിന് കാരണമായിട്ട് പറയുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുകൾക്ക് എവിടെയൊന്നും ഫണ്ട് കൊടുക്കുന്നില്ല. ഇപ്പൊ സാധാരണയായിട്ട് ഇപ്പൊ ഒരുപാട് ഈ താഴെത്തട്ടിൽ സംഘടനാ സംവിധാനം ഇല്ലാത്ത സംസ്ഥാനങ്ങളിലൊക്കെ പാർട്ടി പ്രവർത്തിക്കുന്നത് ഈ സമൂഹത്തിലുള്ള പല പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ടാണല്ലോ. ചെറിയ പോലീസ് സ്റ്റേഷൻ കേസുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ പരിചയക്കാർക്ക് ഒരു കേസ് ഉണ്ടായാലും പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അത് പരിഹരിക്കുക, എന്തെങ്കിലും വിവാഹ തർക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിലിടപെട്ട് അത് പരിഹരിക്കുക, ഇത്തരം ചെറിയ കാര്യങ്ങൾ, അതിർത്തി തർക്കങ്ങളിൽ ഇടപെടുക. അപ്പോഴാണല്ലോ നമ്മൾ പൊതുപ്രവർത്തകരെ അതിൽ ഉൾക്കൊള്ളിക്കുന്നത്. പക്ഷേ ഗുജറാത്തിൽ എവിടെയും കോൺഗ്രസുകാരായ പൊതുപ്രവർത്തകരെ എവിടെയും അവിടെ കയറ്റുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ അവർ പോയാൽ അവരെ ആർക്കും വിലയില്ല. ഒരു സാമൂഹിക തർക്കങ്ങളിൽ ഏർപ്പെട്ടാൽ അവിടെ ആർക്കും വിലയില്ല. എങ്ങനെയാണ് കോൺഗ്രസുകാരനായ ഒരു പൊതുപ്രവർത്തകനെ അവിടെ പ്രവർത്തിക്കാനാവുക? അപ്പൊ ഗുജറാത്തിൽ സംഭവിക്കുന്നത്, വെസ്റ്റ് ബംഗാളിൽ എന്താണോ സംഭവിച്ചത് അവിടെ സംഭവിച്ചത് പാർട്ടിയും ഭരണകൂടവും ഒന്നായി മാറുകയാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ലോവർ ബ്യൂറോക്രസി പോലീസ് സ്റ്റേഷനുകളും പഞ്ചായത്ത് ഓഫീസുകളും റവന്യൂ ഡിപ്പാർട്ട്മെന്റും എല്ലാം ഉൾക്കൊള്ളുന്ന ലോവർ ബ്യൂറോക്രസിയും പാർട്ടിയും എല്ലാം ഒന്നാവുകയാണ്. അപ്പൊ അവിടെ ഒരു പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകന് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന ഒരു വളരെ ഗൗരവതരമായ ഒരു ചോദ്യം നമ്മൾ നേരിടുന്നുണ്ട്. എനിക്ക് പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാക്കളോട് പറയാനുള്ളത് അത് തന്നെയാണ്. എങ്ങനെയാണ് നാം ഈ ഒരു ഗുരുതരമായ പ്രതിസന്ധിയെ, ഇത് വെറും ഒരു കോൺഗ്രസ് പാർട്ടി തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നതിന്റെ മാത്രം പ്രശ്നമല്ല ഇത്, അതിലപ്പുറത്ത് വളരെ ഗൗരവമായ രീതിയിൽ നമ്മുടെ രാഷ്ട്രീയ ഘടനയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലതുപക്ഷവൽക്കരണമാണ്. ഇടതുപക്ഷവൽക്കരണവും വലതുപക്ഷവൽക്കരണവും ഒരുപോലെ അപകടമാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, ഒരു യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ്, ഒരുപാട് വൈരുദ്ധ്യങ്ങളുടെ ഒരു ഏകത്വമാണ്. അപ്പൊ നമ്മൾക്ക് പറ്റുന്നത് ബുദ്ധന്റെ ഗാന്ധിജിയുടെ ഒക്കെ ഒരു മധ്യമപാതയാണ്. ആ മധ്യമപാതയാണ് നമ്മൾ മറ്റൊരു ഭാഷയിൽ ജനാധിപത്യം എന്നൊക്കെ പറയുന്നത്. ഈ ജനാധിപത്യ സ്വഭാവം ഭരണകൂടങ്ങൾക്കും പാർട്ടികൾക്കും നഷ്ടപ്പെടുമ്പോഴാണ് ഓപ്പോസിഷന് അവിടെ സ്ഥാനമില്ലാതാവുന്നത്. കോൺഗ്രസ് ഇന്ന് നേരിടുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം, അത് കോൺഗ്രസ് പാർട്ടിയുടെയോ സംഘടനയുടെയോ ഒന്നും തെറ്റല്ല, മറിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഈ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ സ്വഭാവത്തിൽ വന്നിട്ടുള്ള, ഘടനയിൽ വന്നിട്ടുള്ള മാറ്റമാണ്. അവർ പൂർണ്ണമായും സമഗ്രാധിപത്യത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ നേരിടേണ്ടതെന്നത് നമ്മൾ പരസ്പരം കുറ്റം പറയാതെ, നേതൃത്വത്തെയോ ആരെയോ കുറ്റപ്പെടുത്താതെ നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. എങ്ങനെയാണ് നമ്മൾ ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി, എങ്ങനെയാണ് പാർട്ടിയിലും സമൂഹത്തിലും കൂടുതൽ ജനാധിപത്യവൽക്കരണം നടത്താനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതെന്ന്. അതിന് ഈ തിരഞ്ഞെടുപ്പ് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ മാത്രം പോരാ, അതിന് വളരെ ആഴത്തിലുള്ള ഡീപ്പായിട്ടുള്ള ഒരു കൾച്ചറൽ പ്രോസസ്സും കൂടെ, അതൊരു മൂവ്മെന്റ് കൂടി നമുക്ക് ആവശ്യമാണ്. ഒരു കാര്യം കൂടി പറയുന്നു ഞാൻ, മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം നടപ്പിലാക്കിയപ്പോൾ സ്വാഭാവികമായ ഒരു പ്രതിഷേധവും ഇന്ത്യക്കാരിൽ നിന്നുണ്ടായില്ല, നമ്മുടെ പ്രശസ്തരായ എഴുത്തുകാരിൽ നിന്നുണ്ടായില്ല, കലാകാരന്മാരിൽ നിന്നുണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് തരത്തിലുള്ള അവഹേളനം വന്നു കഴിഞ്ഞാലും അത് വളരെ സ്വാഭാവികമായിട്ട് നേരിടാൻ പറ്റുന്ന ഒരു നിശബ്ദതയിലേക്ക് ഇന്ത്യൻ ജനത നീങ്ങുന്നു എന്നുള്ളത് വളരെ അപകടകരമാണ്. സൗർജ ഭൗമിക് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ നിസ്സഹായമാക്കപ്പെട്ട ഒരു ജനതയുടെ അവസ്ഥയെക്കുറിച്ചാണ്. അതിനുള്ളിലെ ഒരു മനുഷ്യൻ അതിനുള്ളിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട്, ആ പുറന്തോട് പൊട്ടിച്ച് പുറത്തു വന്ന് സത്യം പറയാൻ തയ്യാറായി എന്നിടത്താണ് അദ്ദേഹത്തിന്റെ ഇന്റഗ്രിറ്റിയെ, അദ്ദേഹത്തിന്റെ ഓണസ്റ്റിയെ നമ്മൾ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം മലയാളികളായ വായനക്കാരെല്ലാവരും തന്നെ വായിക്കേണ്ടതാണ്. ഇവിടെയുള്ള എല്ലാവരും വായിക്കണം, അത് കഴിയുന്നത്ര പ്രചരിപ്പിക്കണം. ഇതിനുവേണ്ടി മുൻകൈയെടുത്ത പഴകുളം മധുവേട്ടനെയും അതുപോലെ തന്നെ അജീൽ കുട്ടി സാറിനെയും ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് എനിക്ക് പോകേണ്ടതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരുപാട് നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട സാമൂഹിക വിമർശകനും കവിയും ആയ ശ്രീ KC ഉമേഷ് ബാബു പ്രസംഗിക്കും. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. രണ്ടറിയപ്പുണ്ട്. ഒന്ന്, ബഹുമാനായ KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് MLA ആണ് പ്രിയദർശിനി പബ്ലിക്കേഷൻസിന്റെ ചെയർമാൻ. അദ്ദേഹത്തിന് അവിചാരിതമായി പെട്ടെന്നുണ്ടായ ഒരു കാരണം കൊണ്ട് ഈ ചടങ്ങിൽ എത്താൻ കഴിഞ്ഞില്ല. അത് അദ്ദേഹത്തിന്റെ പിന്നെ നിങ്ങളെ അറിയിക്കാം. രണ്ടാമത്തെ കാര്യം, 650 രൂപയാണ് ഈ പുസ്തകത്തിന്റെ വില. ഇന്ന് ഡിസ്കൗണ്ട് റേറ്റിൽ 500 രൂപയ്ക്ക് ഈ പുസ്തകം ലഭ്യമാണ്. ആവശ്യക്കാർക്ക് അത് വാങ്ങാവുന്നതാണ്. ഇവിടെ തന്നെ, ഈ ഹാളിൽ തന്നെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ശ്രീ KC ഉമേഷ് ബാബു. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ ഹോൾ എന്തിനാണ് ഇത്രയും തണുപ്പിച്ച് നിർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ പ്രശ്നം.
മലയാളിയുടെ സാമാന്യ ബോധമില്ലായ്മയുടെ ഒരു അടയാളമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. എന്താണ് ആവശ്യമെന്നും എന്താണ് യുക്തി എന്നുള്ളൊരു പ്രശ്നം നമ്മൾ വല്ലാതെ കുഴക്കുന്നുണ്ട്. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. 2021 ശ്രീ സോർജ ഭൗമിക്കിന്റെ ഈ പുസ്തകം പാൻ മാക്മില്ലൻകാര് ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിക്കുന്നത്. അങ്ങനെ പുസ്തകം വന്നിട്ടുണ്ട് എന്ന് കേട്ട ഉടനെ തന്നെ ആ പുസ്തകം വായിച്ചിട്ട് അത് കേരളത്തിന് പരിചയപ്പെടുത്തിയ ഒരാളാണ്. എത്രയോ ടെലിവിഷൻ ചർച്ചകളിൽ ഈ പുസ്തകം എങ്ങനെയാണ് ഇപ്പോഴും കേരളം കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളം ഭരിക്കുന്ന CPM-ന്റെ പ്രവർത്തനത്തിന്റെ ഒരു സംക്ഷിപ്തമായി തീരുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ടെലിവിഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ലക്ഷക്കണക്കിന് ആളുകൾ കേൾക്കുന്ന വളരെ പ്രധാനപ്പെട്ട സമയങ്ങളിൽ വെച്ച് കേരളത്തിലെ പ്രസിദ്ധീകരണ രംഗത്തെ സ്ഥാപനങ്ങളോട് ഇത് അടിയന്തരമായിട്ട് മലയാളത്തിൽ വിവർത്തനം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആരും അത് തയ്യാറായില്ല. അതാണ് എനിക്ക് സൗജന്യ ഭൗമിക്കിനോടുള്ള വലിയ ഒരു ആദരം എന്ന് പറയുന്നത്. ഇതാണ് എല്ലാ ഗാങ്സ്റ്റർ സ്റ്റേറ്റുകളുടെയും ഒരു പ്രധാന പ്രശ്നം എന്നുള്ളത്. അവിടെ ലോകത്തെ ഭയമാണ് ഭരിക്കുക. ഭയം ഭരിക്കുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിൽ മനസ്സിലായിട്ടുണ്ടാകണം എന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് മലയാളികളെ കുറിച്ച് അത്ര വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷെ ഇവിടെ ഭരിക്കുന്നത് എന്താണ്, എന്റെ ഏജന്റ് ഇവിടെ ഭരിക്കുന്നത് ചോദിച്ചാൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾ പറയും പിണറായി വിജയനാണ് ഇവിടെ ഭരിക്കുന്നതെന്നാണ്. വാസ്തവത്തില് പിണറായി വിജയനല്ല ഇവിടെ ഭരിക്കുന്നത്, ഇവിടെ ഭരിക്കുന്നത് ഭയമാണ്. അതുകൊണ്ടാണ് ഈ പുസ്തകം 2021 വന്നിട്ടുള്ള ദി ഗാങ്സ്റ്റർ സ്റ്റേറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിന് ഒരു മലയാള പരിഭാഷ ഇല്ലാതെ പോയത്. ഏതാണ്ട് അതേ കാലത്ത് മലയാളിയായിട്ടുള്ള ഉത്തരേന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു പത്രപ്രവർത്തകനായിട്ടുള്ള ഉല്ലേഖ് കണ്ണൂരിനെ കുറിച്ച് വളരെ വിഭാഗീയമായ ഇംഗ്ലീഷ് പുസ്തകം എഴുതിയിട്ട് മാസങ്ങൾക്കകം അതിന്റെ മലയാള പരിഭാഷ കേരളത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ പ്രസിദ്ധീകരിക്കേണ്ടായി. ആ പുസ്തകം എങ്ങനെയാണ് വസ്തുതകളെ വളച്ചൊടിക്കുന്നതെന്ന് 1973 മുതൽ രാഷ്ട്രീയത്തിലുള്ള എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനൊരു 9ാം ക്ലാസ്സുകാരനായിട്ട് സൗജന്യ ഭൗമിക്കിനെ പോലെ SFIയിൽ വന്ന ഒരാളാണ്. 1973 അന്ന് SFIയിൽ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ SFIയിൽ വരുമ്പോൾ അതിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. അന്ന് KC കാലയിലായിരുന്നു തല്ല് വാങ്ങിക്കുന്ന ആളുകൾ പെടുന്ന ഒരു പിടി ആളുകളായിരുന്നു അക്കാലത്ത് SFIക്കാർ. ആ SFI ഇപ്പൊ എവിടെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു സംക്ഷിപ്തമായിട്ടാണ് ഞാൻ ഇത്തരം പുസ്തകങ്ങള് ഞാൻ എന്തുകൊണ്ടാണ് സൗജന്യ ഭൗമിക്കിന്റെ പുസ്തകം വളരെ വേഗത്തിൽ അന്വേഷിച്ച് കണ്ടെത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈസ് ആൻഡ് ഫോൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഇപ്പൊ ഫാസിസ്റ്റുകളെ കുറിച്ച് എങ്ങനെയാണ് ജർമ്മൻ ഫാസിസ്റ്റുകളെ കുറിച്ചുള്ള മൗലികമായ ഭയങ്കരമായിട്ടൊരു പുസ്തകമുണ്ട്. വില്യം ഷെറർ എഴുതിയിട്ടുള്ള റൈസ് ആൻഡ് ഫോൾ ഓഫ് ദി തേർഡ് റീച്ച് എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ഈ പുസ്തകമൊക്കെ വായിച്ചിട്ട് അങ്ങനെ സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോഴുള്ള ഒരുപിടി പുസ്തകങ്ങൾ റൈസ് ആൻഡ് ഫോൾ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും സോവിയറ്റ് യൂണിയൻ ഈ പറയുന്ന ബംഗാള് 34 വർഷത്തിന് ശേഷം തകർന്നപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ പുസ്തകം ഉണ്ടാവുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് വളരെ വേഗത്തിൽ അങ്ങനെ ഒരു പുസ്തകം ഇറങ്ങിയപ്പോൾ തന്നെ അതിനെ അറിയാനും വായിക്കാനും എനിക്ക് പറ്റിയത്. ഈ പുസ്തകം എന്താണ് എനിക്ക് സമ്മാനിച്ച അനുഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പുസ്തകം വായിച്ചിട്ട് ഞെട്ടിപ്പോയ ഒരാളാണ് ഞാൻ. ഈ പുസ്തകം എന്നെ ആകെ പിടിച്ചു കുലുക്കുകയുണ്ടായി. കാരണം ഇത് ഒരു 33 വർഷം അതിനുശേഷമുള്ള 18 വർഷം ഞാൻ ജീവിച്ച ജീവിതമാണല്ലോ എന്നുള്ളതാണ് എന്നെ ഭയപ്പെടുത്തിയ ഒരു പ്രശ്നം. എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പുസ്തകത്തിനകത്ത് ഇപ്പൊ ഞാൻ എന്നെ പോലെയാണെന്ന് വായിക്കുമ്പോൾ ഈ പുസ്തകത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. നമുക്ക് ആ പുസ്തകം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം തന്നെയാണ്. ഇങ്ങനെയൊക്കെ ഒരു വഴിയിലൂടെയാണല്ലോ വാസ്തവത്തിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് എന്ന ഞെട്ടിക്കുന്ന കാര്യമാണല്ലോ. വ്യക്തിപരമായിട്ട് ഞാനല്ല, ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഈ ഹിംസ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വയലൻസിന് ഞാൻ എല്ലാ കാലത്തും എതിരായിരുന്നു. അതിനെ എനിക്ക് പറ്റാവുന്ന നിലയിൽ എല്ലായ്പ്പോഴും ഞാൻ എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വ്യക്തിപരമായ കുറ്റബോധങ്ങളുടെ കാര്യമൊന്നുമില്ല. പക്ഷെ വാസ്തവത്തിൽ എന്താണ് CPM എന്ന് പറയുന്ന ബംഗാളിലെ CPM ഒരു കാലത്ത് കേരളത്തിലെ CPM-കാർ ആവർത്തിച്ച് പറഞ്ഞിരുന്ന രാഷ്ട്രീയം നമ്മൾ കേരളം ബംഗാളാക്കുന്നതാണ്. അവരത് ആക്കിക്കൊണ്ടിരിക്കുകയാണ്, അവരത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോ ഈ ടെലിവിഷൻ ചാനലിലൊക്കെ നിരന്തരമായി സംസാരിക്കുമ്പോൾ ഇവരൊക്കെ എന്റെ വളരെ അടുത്ത ആളുകളാണ്. ഇപ്പൊ ഞാൻ CPM-ന്റെ കണ്ണൂർ ജില്ലയിലെ സാംസ്കാരിക രംഗത്തിന്റെ സെക്രട്ടറിയായി വരുമ്പോൾ എന്റെ ജില്ലാ സെക്രട്ടറി ശ്രീ പിണറായി വിജയനാണ്. ഇവരൊക്കെ എനിക്ക് വളരെ എന്റെ ഈ പറയുന്ന ഒന്നിച്ചു വളർന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. ഇപ്പൊ പിണറായി വിജയനാണ് ഒരു ആദ്യത്തെ സെക്രട്ടറി, പിന്നെ T ഗോവിന്ദനാണ്, പിന്നെ കോടിയേരി ബാലകൃഷ്ണനാണ്, പിന്നെ EP ജയരാജനാണ്, പിന്നെ MP ഗോവിന്ദനാണ്,
പിന്നെ പി ശശിയാണ്. ഇവരുടെ എല്ലാം കാലത്ത് കണ്ണൂരിലെ സാംസ്കാരിക സംഘടനയുടെ ജില്ലാ സെക്രട്ടറി പദത്തിൽ ഞാനാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ ഇപ്പൊ സൗജന്യഭവനികൾ പോലെയല്ല. ഞാൻ ഇതിന്റെ അകത്തൊക്കെ പുറത്തു വന്നതിന് ശേഷം പലരും എന്നോട് എന്റെ അനുഭവങ്ങളെ കുറിച്ച് എഴുതാൻ വേണ്ടി ഒരുപാട് പ്രലോഭനവും പ്രകോപനവും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിത് വേണ്ടാന്ന് വെച്ച ഒരാളാണ്. കാരണം ഒരുപക്ഷെ മലയാളികൾ ഭയന്നു പോകുന്ന കാര്യങ്ങൾ അറിയുന്ന ഒരാളാണ്. ഞാനൊരു പുസ്തകം, എന്റെ അനുഭവങ്ങളെ കുറിച്ചൊരു പുസ്തകം എഴുതുകയാണെങ്കിൽ അത് CPM-നെ അവസാനിപ്പിക്കും എന്നൊരു ഭയമുള്ളതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. കാരണം അങ്ങനെ ഒരു പാർട്ടി, ഒരു ഇടത് പാർട്ടി പൂർണ്ണമായിട്ടും ഇല്ലാതായി തീരണമെന്ന് ഞാൻ കരുതുന്നേ ഇല്ല. അതിന് ഗാങ്സ്റ്ററിസ്റ്റ് അല്ലാത്ത ഒരു ഉള്ളടക്കം ഉണ്ടായി തീർന്നാൽ കൊള്ളാമെന്ന് വരുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് സൗജന്യഭൂമിക്കുള്ള ഏറ്റവും വലിയൊരു ആദരം എന്ന് പറയുന്നത് ഈ പറയുന്ന പാർട്ടിയുടെ ഒരു കണ്ടന്റിനെ സംക്ഷേപിക്കാൻ പറ്റി എന്നുള്ളതാണ്. ഗാങ്സ്റ്റർ സ്റ്റേറ്റ് എന്നുള്ളതിനേക്കാൾ കൃത്യതയുള്ള, കാരണം യൂത്ത് കോൺഗ്രസ്സുകാർ എങ്ങനെയാണ് ഈ മുഖ്യമന്ത്രിയുടെ ജാഥ നേരിട്ടിട്ട് ആ മനുഷ്യൻ ഇരുന്നിട്ട് നിരന്തരം പറഞ്ഞത് രക്ഷാപ്രവർത്തനം എന്നാണ്. അത് സങ്കല്പിക്കാൻ പറ്റുമോ അങ്ങനെ പറയുന്നത്? മനസ്സിലായില്ല. കരിങ്കൊടി കാണിക്കാൻ ഞാൻ എല്ലാ തവണയും ടെലിവിഷനിൽ പറയുന്ന കാര്യം, മഹാത്മാഗാന്ധി കരിങ്കൊടി പ്രകടനം നേരിട്ട നാടാണ് ഇന്ത്യ എന്ന് പറയുന്നത്. മഹാത്മാഗാന്ധി അദ്ദേഹം ഈ പറയുന്ന ഭഗത് സിംഗിനെയും സുഖദേവിനെയും ഒക്കെ തൂക്കിക്കൊന്നതിന് ശേഷം ലാഹോറിലെ AICC സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ചെല്ലുമ്പോൾ ലാഹോർ റെയിൽവേ സ്റ്റേഷനകത്ത് കരിങ്കൊടി പ്രകടനം ഇരമ്പുകയായിരുന്നു. മഹാത്മാഗാന്ധി ചെയ്തത് കരിങ്കൊടി പ്രകടനം നടത്തുന്ന ആളുകളുടെ അടുത്തേക്കാണ് അദ്ദേഹം ആദ്യം നടന്നു പോവുകയും ഈ കറുപ്പ് മാലകൾ കൈകളിൽ വാങ്ങിക്കുകയും ചെയ്തിട്ട് തന്റെ നിലപാട് വിശദീകരിച്ച ഒരു ഗാന്ധിയുടെ പാരമ്പര്യമുണ്ട് ഇന്ത്യക്ക്. ഇയാൾക്ക് ഈ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചുകൂടാ എന്നാണ് പറയുന്നത്. നിങ്ങള് ഇപ്പോൾ വെനിസ്യൂലയ്ക്ക് ശേഷം അമേരിക്കയിൽ വൈറ്റ് ഹൗസിന്റെ പരിസരത്ത് നടക്കുന്ന പ്രക്ഷോഭങ്ങളും എതിർപ്പുകളും കണ്ടാൽ അമ്പരന്ന് പോവും. നിങ്ങൾ പിണറായി വിജയനായിട്ടൊന്ന് താരതമ്യം ചെയ്യും. ട്രംപിന് വട്ടാണ് എന്ന് പറഞ്ഞിട്ട് വൈറ്റ് ഹൗസിന്റെ പരിസരത്ത് നടത്തുന്ന പ്രകടനങ്ങളും മറ്റും സാർവദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കാലത്ത് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണാൻ പറ്റില്ല എന്ന് വരുമ്പോ അദ്ദേഹം പ്രസംഗിക്കാൻ വരുന്ന ഹാളുകളിൽ നിന്ന് കറുത്ത കുപ്പായം ഉപേക്ഷിച്ചു പോകണമെന്ന ആളുകളോട് പറയുന്ന ഒരു സാഹചര്യം, അതാണ് ടു എബ്സർഡ്. എന്താണ് പറയുന്നതിനെ കുറിച്ച് ഇതുപോലൊരു അസംബന്ധം നമുക്ക് കാണാൻ കഴിയും. അതിനെ ഈ ഗാങ്സ്റ്റർ മനോഭാവം, മുഖ്യമന്ത്രിയുടെ ഗാങ്സ്റ്റർ മനോഭാവം എന്നുള്ളതാണ് അതിന്റെ ഒരു നിർവചനം എന്ന് പറയുന്നത്. ആ നിർവചനം ഈ 2021 സൗർജ ഭൗമിക് എന്ന് പറയുന്ന TV9 എന്ന് പറയുന്ന ബംഗാളി ചാനലിൽ ഇപ്പോഴും ജോലി ചെയ്യുന്ന എനിക്ക് വ്യക്തിപരമായിട്ട് അറിഞ്ഞുകൂടാത്ത ഈ പത്രപ്രവർത്തകൻ എനിക്ക് തന്നു എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭാവന എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പുസ്തകം കേരളത്തിൽ എത്ര ഈ വലിയ പ്രസാധനശാലകളുണ്ട്, അവരാരും ഇത് മലയാളത്തിൽ പ്രസിദ്ധീകരിക്കാൻ തയ്യാറായില്ല. അതാണ് ഈ ഭയം എന്ന് പറയുന്നത്. ഈ പുസ്തകം മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ കുഴപ്പം. ഈ പുസ്തകം ഇപ്പൊ കോൺഗ്രസിനെ വിമർശിക്കുന്ന, BJP വിമർശിക്കുന്ന എത്ര പുസ്തകങ്ങൾ ഓരോ ദിവസവും മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ CPM-നെ വിമർശിക്കുന്ന, CPM-ന്റെ ബംഗാളിലെ തളർച്ചയെ അടയാളപ്പെടുത്തുന്ന ഒരു പുസ്തകം കേരളത്തിലെ ഒരു മുഖ്യധാര പ്രസിദ്ധീകരണശാലക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യത്തിന് മറുപടി ഉണ്ടാക്കി തീർക്കാൻ കഴിയാത്തടത്തോളം കാലം കേരളത്തെ ഈ അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാൻ കോൺഗ്രസിന് ഉൾപ്പെടെ ഒരാൾക്കും കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിനോട് സെൽഫ് സെൻസർഷിപ്പ് ഉണ്ടായിത്തീരാണ്. ഇതിനെ കുറിച്ച് മാത്രം, നിങ്ങൾക്ക് CPM-നെ കുറിച്ച് മാത്രം ഒന്നും പറയാൻ കഴിയില്ല. ഇപ്പോ എനിക്ക് ഇപ്പൊ കേസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. 2018 ഒരു ദിവസം അദ്ദേഹം രാവിലെ എന്റെ വീട്ടിൽ കയറി വന്നു. അദ്ദേഹം ഞാനോ ഒരു നാട്ടുകാരാണ്. എന്താ ചോദിച്ചാൽ എന്റെ വീട് ആക്രമിച്ചു. എന്റെ വീട് ആക്രമിച്ചു. ഞാൻ ഈ കണ്ണൂർ ജില്ലയിൽ കണ്ണൂരിലെ പൊതുമരാമത്ത് വകുപ്പിൽ വളരെ ഉയർന്ന ഒരു തസ്തിക ജോലി ചെയ്ത ഉദ്യോഗസ്ഥനാണ്. എന്റെ വീട് ആക്രമിച്ചപ്പോ ആ വിവരം ആരോ അയൽവാസികളോ മറ്റോ വിളിച്ച് പറയുന്നത് കേട്ടിട്ട് അവിടുത്തെ പോലീസുകാരൻ വന്നു. അയാൾ ആദ്യം എന്നെ ഫോണിൽ വിളിച്ചിട്ടാണ് വന്നത്. അയാൾ ഇപ്പോഴും പോലീസുണ്ട്. അയാൾ എന്നെ സാറിനാണ് വിളിച്ചത്. കാരണം ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന കാലത്ത് എന്നേക്കാൾ ജൂനിയർ ആയിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അയാൾ എന്നെ സാർ എന്ന് വിളിച്ചിട്ട് ഞാൻ വീട്ടിൽ എടുത്ത് വന്നു. എന്നോടൊരു പരാതി എഴുതി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ സുഹൃത്തിനെ കൊണ്ട് പരാതി എഴുതിയിട്ട് ഒപ്പിട്ട് കൊടുത്തു. ഒരു FIR രജിസ്റ്റർ ചെയ്തില്ല. അതാണ് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? ഉപേക്ഷണമില്ല. ഞാനൊരു ഏറ്റവും ചുരുങ്ങിയത് ഞാനൊരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്. എന്റെ വീട് ആക്രമിച്ചിട്ട്, കണ്ണൂർ നഗരത്തിലുള്ള എന്റെ വീട് ആക്രമിച്ചിട്ട് ഒരു FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പോഴെന്റെ വീട് ആക്രമിച്ചാൽ ഞാൻ പരാതി കൊടുക്കാറില്ല, പത്രക്കാരോട് പറയാറില്ല. എനിക്ക് എത്രയോ അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത് തീർച്ചയായിട്ടും ഇപ്പോഴും ഉണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ
പക്ഷേ എന്താ പ്രശ്നം ചോദിച്ചാൽ നിങ്ങളുടെ ഒരു നിയമവാഴ്ച എനിക്കെന്താണ് സൗജന്യ ഭൗമികന്റെ പുസ്തകത്തോടുള്ള എന്റെ ഒരു താല്പര്യം അതാണ്. നിങ്ങളുടെ വീട് ആക്രമിക്കപ്പെട്ടാൽ നിങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും ഉണ്ടായാൽ ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ മുമ്പൊക്കെ IPC CRPC എനിക്കിതൊക്കെ അറിയാം. ഇപ്പോഴാണെങ്കിൽ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെടണ്ടേ, ഒരു FIR രജിസ്റ്റർ ചെയ്യപ്പെടില്ല. 2018 വീടാക്രമണം നിങ്ങൾ ടെലിവിഷൻ ചാനലുകളിലൊക്കെ ആർക്കൈവ്സ് നോക്കിയാൽ അവിടെ മുഴുവൻ ഇതിന്റെ വാർത്തയും ചിത്രങ്ങളും ഉണ്ട്. ഒരു FIR. അതുകൊണ്ട് ഞാനിപ്പോഴെന്താ ചേച്ചി ഒരു പരാതിയും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഈ നിലയിലായി തീർന്നിട്ടുള്ള വ്യക്തിപരമായ അനുഭവങ്ങളുള്ള കേരളത്തിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഇതുപോലൊരു പുസ്തകം, കാരണം ഇത് തന്നെയാണ് ബംഗാളിൽ നടന്നുകൊണ്ടിരുന്നത് കഴിഞ്ഞ വാഴ്ചക്കാലത്ത്. അതുകൊണ്ട് ഇതുപോലൊരു പുസ്തകത്തിന് മലയാളത്തിലൊരു പരിഭാഷ ഉണ്ടാകണം. എന്താണ് കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ടോ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് തിരിച്ചറിയണമെങ്കിൽ ഈ പുസ്തകത്തിലൂടെ ഒന്ന് കടന്നു പോകണം. അത് മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസുകാരുൾപ്പെടെയുള്ള ഇതിൽ വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്ന ജനാധിപത്യ നിലപാടുള്ള ആളുകള് എങ്ങനെയാണ് CPM-നെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് തിരിച്ചറിയാനും തീർച്ചയായിട്ടും ഈ പുസ്തകം വായിക്കേണ്ടതുണ്ട്. കാരണം സ്റ്റാൻഡേർഡ് ടു CPM എന്നുള്ളത് ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഞാൻ 2016 ഒരു അനുഭവം പറയാം. എനിക്ക് കോൺഗ്രസിലെ കുറെ വലിയ നേതാക്കന്മാരൊക്കെ ആയിട്ട് വ്യക്തിബന്ധമുണ്ട്. ആളുകളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. 2016 പിണറായി മുഖ്യമന്ത്രിയായിട്ട് വന്നപ്പോ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് പിണറായി ഭയങ്കര ആദരവാണ്. അപ്പൊ ഞാൻ അവരോടൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് എന്താ ഈ പിണറായിയെ നിങ്ങൾ ഇങ്ങനെ കാണുന്നത് എന്ന് പറഞ്ഞപ്പോ അവർക്ക് ഒരു അമ്പരപ്പാണ് പിണറായിയെ കുറിച്ച്. ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് 73, 74 കാലം മുതൽ. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. നിങ്ങൾ അങ്ങേർക്ക് ചുറ്റും അനുയായികൾ ചേർന്നിട്ട് ഹാലോ ഉണ്ടാക്കുന്നതിനപ്പുറത്ത് അങ്ങനെ ഒരു വളരെ സാധാരണക്കാരനും വളരെ ദുർബലനുമായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്. അത് പിന്നീട് നമ്മുടെ നാട്ടുകാർക്ക് മനസ്സിലാക്കണം. 40 വണ്ടിയുടെ അകമ്പടിയിലാണ് പോകുന്നത്. അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുമോ ലോകത്ത്? ഇന്ത്യയിൽ എത്ര മുഖ്യമന്ത്രികൾ നോക്കട്ടെ. 2016 മുതൽ 2025 വരെയുള്ള കാലത്ത് ഇന്ത്യയിൽ ഏതെല്ലാം പാർട്ടികളുടെ എത്ര മുഖ്യമന്ത്രിമാരുണ്ട്? ഇവരൊക്കെ ഇങ്ങനെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? റോഡിലൂടെ പോകുന്നത് ഇങ്ങനെയാണോ? അപ്പൊ ഈ നിലയിൽ നമുക്ക് ഇത് തീർച്ചയായിട്ടും ഈ പറയുന്ന ഈ തങ്ങൾ പ്രഭുക്കന്മാരാണ് എന്ന മട്ടിലുള്ള ഈ ഒരു അടിമുടി ബോധം എന്ന് പറയുന്നത് ആധുനിക ജനാധിപത്യത്തിന്റെയും സാമൂഹ്യ ശാസ്ത്രത്തിന്റെയും കാഴ്ചപ്പാടിൽ ഗാങ്സ്റ്ററിസമാണ്. ഈ ഗാങ്സ്റ്ററിസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ടിക്കും സർക്കാരിനും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നറിഞ്ഞാൽ മാത്രമേ അതിനെതിരായിട്ടുള്ള ഒരു പോരാട്ടം വിജയത്തിലെത്തിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ പുസ്തകം എല്ലാവരും വായിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ CPM-നെ സ്നേഹിക്കുന്ന ആളുകളും നിർബന്ധമായിട്ട് ഇത് വായിക്കേണ്ടതാണ്. കാരണം നേരത്തെ ശ്രീ KC വേണുഗോപാൽ പറഞ്ഞിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ അദ്ദേഹത്തെ പയ്യന്നൂർ കോളേജിലെ തീപ്പൊരി KSU നേതാവായിട്ടാണ് ആദ്യം കാണുന്നത്. വളരെ ഭയങ്കരനായ അദ്ദേഹത്തെ ഞാൻ അക്കാലത്ത് ഭയങ്കരനായ അതാണ് KC നേതാക്കൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. പക്ഷെ അക്കാലത്ത് ഞാനായിട്ടുള്ള KC വേണുഗോപാൽ ഭയങ്കരനായ KC നേതാവാണ്. ഒരു വിട്ടുവീഴ്ചയില്ലാത്ത ഭയങ്കര മിലിറ്റന്റ് ആയിട്ടുള്ള അങ്ങനെയാണ് KC വേണുഗോപാൽ എന്ന് പറയുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്. കോൺഗ്രസ്സുകാർ ഇപ്പൊ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നുണ്ട്. കോൺഗ്രസ്സുകാർ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നത് CPM-കാരുടെ വോട്ട് കൊണ്ടാണെന്ന് മനസ്സിലാക്കുന്നത്. അതെനിക്കറിയാം, നിങ്ങൾക്കറിയണമെന്നില്ല. കാരണം CPM-ന് മതിയായിട്ടുള്ള CPM-കാരാണ് ഇപ്പൊ കോൺഗ്രസിന് വോട്ട് ചെയ്തത്. അതാണ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന്റെ ഇടയിൽ എപ്പോഴും ഈ കേസ് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ്. കേസ് ജയിക്കും, സുധാകരൻ ജയിക്കും. കാരണം എന്ന് വെച്ചാല് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ പോകുന്നത് കോൺഗ്രസ്സുകാരല്ല, CPM-കാരല്ല. ഇപ്പൊ ഏതൊരു കോൺഗ്രസ്സുകാർ അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ CPM-കാർ വോട്ട് ചെയ്യും. കാരണം വെച്ചാൽ ഇതിന്റെ ഒരു മടുപ്പ്, ഇതിനോടുള്ള സ്വകാര്യമായ എതിർപ്പ്, ഇതൊക്കെ വളരെ വ്യാപകമാണ് കണ്ണൂർ ജില്ലയിലുണ്ട്. ഇപ്പൊ അടുത്ത് പയ്യന്നൂരില് ഇദ്ദേഹത്തിന്റെ നാട്ടില് കാരവാടിൽ നിന്നൊരു CPM-കാരൻ ഒരു മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്റെ ചില സുഹൃത്തുക്കളെ വിളിച്ചു. അപ്പൊ ഞാൻ അവരോട് ആദ്യം പറഞ്ഞത് അയാൾക്ക് 24 വയസ്സാണ് പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത് മത്സരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ജയിക്കാനുള്ള പദ്ധതി ഉണ്ടാക്കിയിട്ട് മത്സരിക്കാൻ പാടില്ല, അയാളെ കൊന്നു. അപ്പൊ അതുകൊണ്ട് അയാൾ പറഞ്ഞു എത്ര ആളുകളുടെ കൂടെ എത്ര ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു 10-26 ആളുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു രാജ്യം പിടിക്കാൻ തന്നെ 26 ആള് മതി.
10 പേരും ഒരാൾ 26 ആളുണ്ടെങ്കിൽ ആട് പിടിക്കാം, അതിനൊന്നും ഒരു പ്രയാസമില്ല. അപ്പൊ ഉറച്ചു നിൽക്കും. എന്നിട്ടെന്താ ഉണ്ടായത്? LDF-ന്റെ കാൻഡിഡേറ്റിന് കെട്ടിവെച്ച പൈസ കിട്ടിയില്ല. 3 മാസത്തിനകത്താണ്. ഇത്രയേ ഉള്ളൂ പയ്യന്നൂരിലെ CPM. മനസ്സിലായല്ലോ? അതാണ് ചിലപ്പോ പയ്യന്നൂരിൽ KC മാറ്റി മത്സരിച്ചാൽ ജയിച്ചു പോകാൻ സാധ്യത. അത് എന്നെ പോലെ തന്നെ ഒരു സ്വതന്ത്ര മാർക്സിസ്റ്റ് കൂടിയായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയെ പോലെ മാർക്സിസം കാരണം രാഹുൽ ഗാന്ധിയെ പോലെ മാർക്സിസം ഇത്ര സർഗാത്മകമായി ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഇപ്പോഴും ഇന്ത്യയിലില്ല. അദ്ദേഹത്തിന്റെ 2 എക്കണോമിക് അഡ്വൈസേഴ്സ് എന്ന് പറയുന്നത് ഫ്രഞ്ചുകാരായിട്ടുള്ള 2 പ്രസിദ്ധരായിട്ടുള്ള എക്കണോമിസ്റ്റുകളാണ്. ഒന്ന് തോമസ് പിക്കറ്റി, ലൂക്കാസ് ചാൻസലറും. തോമസ് പിക്കറ്റി, ലൂക്കാസ് ചാൻസലറിന്റെയും നിലപാടുകൾ പങ്കിടുക മാത്രമല്ല, ഞാനൊരു ചർച്ചയിൽ ഞാൻ വെറുതെ ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ചൊന്നും പ്രശംസിക്കുന്ന ഒരു കാര്യമില്ല. ഞാൻ ഈ 3 പേരും നടത്തുന്ന ഒരു സംഭാഷണം കേൾക്കുകയുണ്ടായി. ലൂക്കാസ് ചാൻസലർ, ഈ തോമസ് പിക്കറ്റി ലോകപ്രസിദ്ധനാണ്, അദ്ദേഹത്തെ പോലെ തന്നെ പ്രായം കുറഞ്ഞ ഒരാളാണ് ഈ ലൂക്കാസ് ചാൻസലർ. അവരവിടെ വേൾഡ് ഇനീക്വാളിറ്റി ലാബ് എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള സാമ്പത്തികശാസ്ത്ര തിങ്ക് ടാങ്ക് നടത്തുന്ന ആളുകളാണ്. അവരെല്ലാ വർഷവും ഈ പറയുന്ന ഇനീക്വാളിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്ന വലിയ ആളുകളാണ്. അവരും രാഹുൽ ഗാന്ധിയും സംസാരിക്കുന്ന ഒരു മീറ്റിംഗ് ഞാൻ സൂചിപ്പിക്കുന്നത്. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യന് എന്തുമാത്രം, അത് മാത്രമല്ല 2 പേർ വിൽക്കുന്നു 2 പേർ വാങ്ങിക്കുന്നു എന്നതിനേക്കാൾ കൃത്യമായി പുതിയ കോർപ്പറേറ്റ് ലോകത്തെക്കുറിച്ച്, അതിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരു മാർക്സിസ്റ്റിന് പറയാൻ കഴിയും. അത് പറഞ്ഞ ഒരു മാർക്സിസ്റ്റേ ഇന്ത്യയിലുള്ളൂ, അത് രാഹുൽ ഗാന്ധിയാണ്. അപ്പൊ അതുകൊണ്ട് രാഹുൽ എന്താണ് ചെയ്യുന്നത്, രാഹുൽ എന്താണ് സംസാരിക്കുന്നത്, ഞാൻ വളരെ ഗൗരവത്തിൽ അദ്ദേഹത്തിന്റെ വിദേശ പ്രഭാഷണ പര്യടനങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ പോലുള്ള ഇത്തരം ആളുകളിൽ പ്രതീക്ഷ വെക്കുക എന്നല്ലാതെ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ളതിൽ നമുക്കിപ്പോഴൊന്നും ചെയ്യാനില്ല. ഞാൻ പാർട്ടികളെ, ഞാൻ കോൺഗ്രസ് അല്ല, എനിക്കൊരു പാർട്ടിയുമില്ല, ഞാൻ ഒറ്റക്ക് നടക്കുന്ന ഒരാളാണ്. പക്ഷേ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പോലുള്ള ജനാധിപത്യവാദികൾ കേരളത്തിൽ അധികാരത്തിൽ വരണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടാ ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് ജനാധിപത്യപരമല്ലാതെ ജീവിക്കാനാവില്ല. CPM-ന്റെ ഈ ഭരണത്തെ ഒരു തരത്തിലും ഭാവി കേരളത്തിന് സഹിക്കാനോ പൊറുക്കാനോ ആവില്ല. ഈ ഭരണത്തിന്റെ ആവശ്യമില്ല, ഒരു ജനതക്കും ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഒക്കെയുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും